സ്വർഗീയ ഇടങ്ങൾ വർദ്ധിക്കും. തിന്മയുടെ ദുരാത്മാക്കളും ഈ ക്രിസ്മസിൻ്റെ ആഘോഷത്തിനകത്തും നല്ലതുപോലെ കയറി കിടന്ന് കളിക്കുന്നുണ്ട്, നല്ലപോലെ കളിക്കുന്നുണ്ട്. ക്രിസ്മസിൻ്റെ ഉന്നം എന്താ? ഈശോ എന്തിനാ ഭൂമിയിലേക്ക് വന്നത്? ക്രിസ്മസിൻ്റെ ആചരണം നമ്മൾ നോമ്പ് 20 നോമ്പ് എടുക്കുന്നു. അത് കഴിഞ്ഞ് ആഘോഷം വരുമ്പോൾ നമ്മളുടെ ശ്രദ്ധ ഉള്ളം ഏത് കാര്യത്തിലാണ് ഏറ്റവും അധികമായിട്ട് പതിഞ്ഞു കിടക്കുന്നത്? കുർബാന സ്വീകരിക്കാൻ അണയുമ്പോൾ യാന്ത്രികമായിട്ട് ഇങ്ങനെ നാക്ക് നീട്ടി കൈ നീട്ടി സ്വീകരിച്ചിട്ട് പോയിട്ട് ക്രിസ്മസിൻ്റെ പിറവിയിൽ ഉണ്ണിയെ സ്വീകരിക്കാൻ വേണ്ടി വലിയ ഒരുക്കം നടത്തൽ എന്താ അർത്ഥം? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, പിറവി തിരുനാളിൻ്റെ ക്രിസ്തുമസിൻ്റെ ഒരുക്ക ദിവസങ്ങളാണല്ലോ ഇത്. ക്രിസ്തുമസും പിശാചുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ക്രിസ്തുമസും പിശാചുമായിട്ട് നമ്മൾ 50 നോമ്പ് ആരംഭിക്കുമ്പോൾ നമുക്കറിയാം മരുഭൂമിയിലെ പരീക്ഷയാണ് 40 ദിവസം അവിടെ പ്രധാന ചിന്ത. പക്ഷെ ക്രിസ്തുമസിന് നമ്മൾ ഒരുങ്ങുമ്പം പിശാചിനെ കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കേണ്ട പ്രസക്തിയുണ്ടോ? ഉണ്ടോ? ഉണ്ട്? ഇല്ല? ഉണ്ട്. എന്താ ബന്ധം? പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അങ്ങനെ ദൈവപുത്രൻ പ്രത്യക്ഷനാകുമ്പോൾ പിശാച് അടങ്ങിയിരിക്കുവോ? കിടന്നുറങ്ങുവോ? ഇല്ല. അതാണ് നമ്മൾ വായിച്ച വെളിപാട് പുസ്തകത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൽ, വെളിപാട് 12 നമ്മൾ പറഞ്ഞില്ലേ, വലിയ അടയാളം സ്വർഗത്തിൽ. പരിശുദ്ധ അമ്മ സ്ത്രീ ഗർഭിണിയാണ് അവൾ. അപ്പോൾ സർപ്പം 2-ാമത്തെ അടയാളം. സർപ്പം എന്താ ചെയ്യുന്നത്? 4-ാം വാക്യം, ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുൻപിൽ കാത്തു നിന്നു. ക്രിസ്മസിന് വേണ്ടി കാത്തു നിൽക്കുന്നത് നമ്മൾ മാത്രമല്ല, ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്നത് നമ്മൾ മാത്രമല്ല, നമ്മൾ നോയമ്പെടുത്തൊക്കെ ഒരുങ്ങുന്നു. അപ്പോൾ വേറൊരു പാർട്ടിയും വേറെ ഒരു പണിക്കും പോകാതെ കാത്തു നിൽക്കുന്നു. ഈ കുഞ്ഞ് പിറക്കുമ്പം ആ കുഞ്ഞ് എന്തിനു വേണ്ടി ഭൂമിയിലേക്ക് വരുന്നുവോ ആ കാര്യം നടക്കരുത്. കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം കാത്തു നിന്നുവെന്നാണ് നമ്മൾ തിരിച്ചറിയണം. ഞങ്ങളുടെ സഹോദരങ്ങൾ, നമ്മൾ ക്രിസ്തുമസ് നമുക്ക് ആണ്ടുവട്ടത്തിലെ നമ്മുടെ ആരാധനാക്രമത്തിലെ ഏറ്റവും നിറമുള്ള, ആവേശമുള്ള, സന്തോഷമുള്ള തിരുനാളാണ് ക്രിസ്തുമസ്. ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ആഘോഷങ്ങൾ, സന്തോഷങ്ങളും ആവേശം. ഉണ്ണി പറക്കുന്നു, പുൽക്കോടും, ക്രിസ്മസ് ട്രീയും നക്ഷത്രവും ക്രിസ്മസ് പപ്പായും കേക്കും, അങ്ങനെ എല്ലാം എല്ലാവരും വന്ന് വീട്ടിൽ ഒരുമിച്ച് കൂടുന്നെല്ലാം. പക്ഷേ ഇതിനകത്ത് എനിക്ക് ഗൗരവമായ ചിന്തൻ്റെ ഉള്ളിൽ വരികയാണ്, വലിയൊരു സാത്താനിക കെണി ഇതിനകത്ത് അവൻ വിജയപൂർവ്വം കയറ്റി വെച്ചിട്ടുണ്ട്. എഫെസോസിലെ സഭയ്ക്കുള്ള ലേഖനത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ആത്മീയ സമരം. അവിടെ നമ്മൾ ശ്രദ്ധിച്ചോ, ഈ പിശാചിനെതിരെയുള്ള പോരാട്ടത്തെക്കുറിച്ച് പറയുമ്പം 12-ാം വാക്യം, എഫെസോസ് 6:12, നമ്മൾ മാംസത്തിൻ്റെ രക്തത്തിനെതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. തിന്മയുടെ ദുരാത്മാക്കൾ വ്യാപരിക്കുന്നത് തിന്മയുടെ വൃത്തികെട്ട പാപത്തിൻ്റെ തലങ്ങളിൽ മാത്രം അല്ല, സ്വർഗീയ ഇടങ്ങളിൽ വ്യാപരിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കണം. സ്വർഗത്തിൽ പൈശാചാരൂപി സ്വർഗത്തിലായിരുന്നല്ലോ. ഫോളൻ ഏഞ്ചൽ ആകുന്നതിന് മുമ്പ് മാലാഖ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു. ദൈവം ഒരിക്കലും ആരെയും വെറുക്കുന്നില്ല. ജോബിൻ്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ സന്നിധി കയറിച്ച സാത്താനെക്കുറിച്ച് പറയുന്നുണ്ട്. വെളിപാട് 12-ലും മിഖായേലും കൂട്ടരും യുദ്ധം ചെയ്തു. അതുമുതലാണ് സർപ്പം എന്നേക്കുമായിട്ട് സ്വർഗത്തിൽ നിന്ന് ബഹിഷ്കൃതനായത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഭൂമിയിലേക്ക് വന്നു. പിന്നെ എന്താ അവിടെ പൗലോസ് അപ്പോസ്തലൻ സ്വർഗീയ ഇടങ്ങളിൽ വ്യാപരിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ എന്ന് പറയുന്നത്? സ്വർഗീയ ഇടങ്ങൾ ഭൂമിയിൽ നമുക്ക് ഏറ്റവും അധികമായിട്ടുള്ളത് സഭയിലല്ലേ? സഭയിലൂടെയാണ് സ്വർഗീയ ഇടങ്ങൾ നമുക്ക് തുറക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സ്വർഗീയ ഇടങ്ങളിൽ വ്യാപരിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളുണ്ട്.
ഡീമനോളജി, സേറ്റനോളജിയെക്കുറിച്ച് ചിന്തിച്ചും വായിച്ചും പഠിച്ചും വരുമ്പം പല ആത്മീയ പിതാക്കന്മാരും പങ്കുവെക്കുന്ന ഒരു പൈശാചിക അരൂപികളുടെ ഗണമുണ്ട്. പിശാചികളുടെ ഒരു ഗണം, അത് സ്പിരിറ്റ്സ് ഓഫ് റിലീജിയൻ എന്നുള്ളതാണ്. സ്പിരിറ്റ്സ് ഓഫ് റിലീജിയൻ, മതാത്മകതയുടെ പിശാചുക്കൾ. അതെന്താ അങ്ങനെ? മതാത്മകതയുടെ പിശാചുക്കൾ. മതാത്മകതയും ആത്മീയതയും രണ്ടും രണ്ടാ. മതാത്മകത ആണ് എല്ലാം അങ്ങേയറ്റമെങ്കിൽ ഈശോ യഹൂദരെ അന്ന് അതുപോലെ വഴക്ക് പറയാമായിരുന്നില്ല. മതാത്മകതയിൽ ടോപ്പ് മോസ്റ്റ് ആയിരുന്നു യഹൂദ സമുദായം. കൃത്യമായിട്ട് തുളസിയുടെയും ചതകുപ്പയുടെയും പോലും ദശാംശം കൊടുക്കുന്ന, അങ്ങനെ എല്ലാം കൃത്യം. അതാണല്ലോ സാബത്തിൽ ഗോതമ്പ് കതിര് പറിച്ച് തിന്നപ്പം അപ്പസ്തലന്മാർ തിന്നപ്പം പരിസരമാർ അപ്പോഴേ ഇടപെട്ടു. ഇത് പറ്റത്തില്ല, ഇത് കറക്റ്റല്ല, ഇത് നിയമാനുസരിച്ച് തെറ്റാണ്. അങ്ങനെ നിർബന്ധമായിട്ട്, അപ്പോൾ മതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചിട്ടയായിട്ട് കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതിൽ മറ്റേതൊരു മതത്തെക്കാളും കർക്കശമുള്ള സമൂഹമായിരുന്നു യഹൂദ സമുദായം ഈശോയുടെ കാലത്ത് തന്നെ. പക്ഷേ അവരെയാണ് ഈശോ ഭയങ്കരമായിട്ട് തിരുത്തിക്കൊണ്ട് പഠിപ്പിക്കാൻ നോക്കുന്നത്. പല രീതി നമുക്കറിയാം, പല രീതിയിൽ. നിങ്ങൾ ഈ തുളസിയുടെയും ചതകുപ്പയുടെയും ജീരകത്തിൻ്റെ എല്ലാം ദശാംശം കൊടുക്കുന്നിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവഗണിക്കുന്നു. പാരമ്പര്യങ്ങൾക്ക് വേണ്ടി പല നിങ്ങൾ ചെയ്യുന്നു. പ്രധാനപ്പെട്ട ഇങ്ങനെ ഈശോ എന്തുമാത്രം തിരുത്തലാണ് കൊടുക്കുന്നത്. മതാത്മകത എന്ന് പറഞ്ഞാൽ എന്താണ്? മതങ്ങൾ ഉണ്ടായി വരുന്നത് ഒരാത്മീയ അനുഭവത്തെ ചുറ്റിപ്പറ്റിയ. അല്പം നമ്മൾ പഠനപരമായിട്ട് നിരീക്ഷിക്കുകയാണെങ്കിൽ ഏതൊരു മതത്തിൻ്റെയും പുറകിൽ ഒരാത്മീയ അനുഭവമുണ്ട്. എ സോഴ്സ് എക്സ്പീരിയൻസ് എന്ന് പറയും. സോഴ്സ് എക്സ്പീരിയൻസ്, ഒരു ഉറവിട അനുഭവമുണ്ട്. ആത്മീയതകൾക്കെല്ലാം ഉണ്ട് ഒരു ഉറവിട അനുഭവം. ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം ബുദ്ധമാർഗത്തിൽ നടക്കുന്നവർക്കൊരു സോഴ്സ് എക്സ്പീരിയൻസും ബുദ്ധൻ്റെ ജീവിതമാണ്. ഗാന്ധിയൻ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ് ഗാന്ധിയൻ അവസ്ഥയിൽ പോകുന്ന ആൾക്കാരുണ്ട്. അവരുടെ സോഴ്സ് എക്സ്പീരിയൻസ്, ഉറവിട അനുഭവം ഗാന്ധിജി എന്ന വ്യക്തിയുടെ ജീവിതവും അതിനകത്തെ കാര്യങ്ങളുമാണ്. അപ്പോൾ ക്രൈസ്തവ ആത്മീയതയ്ക്ക് ഒരു ഉറവിട അനുഭവമുണ്ട്. അത് ഈശോയുടെ ജീവിതമാണ്. ഈശോ എന്ന വ്യക്തി, നസ്രത്തിലെ ഈശോ എന്ന വ്യക്തി ഭൂമിയിൽ ജീവിച്ചപ്പോൾ എന്തൊക്കെ അനുഭവിച്ചു, എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ പഠിപ്പിച്ചു, അതാണ് ക്രൈസ്തവ ആത്മീയതയുടെ ഉറവിട അനുഭവം. എന്നാൽ വാസ്തവത്തിൽ ഈശോ തന്നിൽ കൊണ്ട് നിർത്തിയില്ല ഈ ഉറവിട അനുഭവം. അത് തനിക്കും അപ്പുറത്തേക്ക് സ്വർഗത്തിലേക്ക് ഈശോ എപ്പോഴും വരച്ചുകൊണ്ടിട്ടുണ്ട്. അല്പം ശ്രദ്ധിക്കുക. ഞാൻ അല്പം ഒരു ഗഹനമായ അവസ്ഥയിലേക്ക് നമ്മൾ പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് വന്നത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നമ്മളിതും പ്രധാനപ്പെട്ട പ്രായോഗികവശത്തേക്ക് നമുക്ക് വരാം. ഈശോ ഇപ്പം ബുദ്ധനും ഗാന്ധിജിയും അതുപോലെയുള്ള ആത്മീയ അല്ലെങ്കിൽ വ്യക്തികൾ അവിടെ ലൈഫിലാണ് ആരംഭിക്കുന്നത്. ആ പ്രസ്ഥാനങ്ങൾ ഈശോയുടെ ലൈഫിലാണ് ക്രൈസ്തവ ആത്മീയത ആരംഭിക്കുന്നത് എന്ന് നമ്മൾ ബാഹ്യമായിട്ട് നോക്കുമ്പം നമുക്ക് ബോധ്യപ്പെടും, തിരിയുന്നു എങ്കിൽ പോലും വാസ്തവത്തിൽ ഈശോ തന്നിലല്ല കൊണ്ട് നിർത്തിയത്, പിതാവെങ്കിലാണ്. ഈശോ എപ്പോഴും പറഞ്ഞു, പിതാവ് എന്നെ അയച്ചു, പിതാവ് പഠിപ്പിച്ചതാണ് ഞാൻ പഠിപ്പിക്കുന്നത്, പിതാവ് ആവശ്യപ്പെട്ടാണ് ഞാൻ ചെയ്യുന്നത്, പിതാവെ നിങ്ങൾ വിളിക്കേണ്ടത്, പിതാവിങ്ങനെയൊക്കെയുള്ള വഴിയാണ് ഞാൻ കാണിക്കുന്നത്, പിതാവിൻ്റെ ഭവനത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ചേ സ്വർഗസ്ഥനായ പിതാവേ. പരിശുദ്ധാത്മാവ് തന്നെയല്ലേ റോമ 8:14-15 പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ എന്താ? ആബാ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കാൻ നമ്മളെ സഹായിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവ്. അപ്പോൾ നോക്കി, ഈ ക്രൈസ്തവ ആത്മീയതയുടെ ഉറവിട സോഴ്സ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ക്രിസ്തുവെന്ന ആ വ്യക്തിയുടെ ജീവിതമാണെന്ന് ബാഹ്യമായിട്ട് നോക്കുമ്പോൾ തോന്നുമെങ്കിലും ഈശോ തന്നെയല്ല വെച്ചത്, പരിശുദ്ധാത്മാവ് തന്നെയല്ല വെച്ചത്, പിതാവിങ്ങനെ വെച്ചത്. അങ്ങനെയുള്ള ഉറവിട അനുഭവം, ആ ഉറവിട അനുഭവത്തിന് ആകൃഷ്ടരായ വ്യക്തികൾ ഈശോയുടെ കാലത്ത് കൂടി 12 പേരെ ഈശോ വിളിച്ചു. 72 പേര് വേറെ ഉണ്ടായിരുന്നു. പിന്നെയും കുറേ പേര് പന്തക്കൊസ്ത കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് 3000 പേര് കൂടി, പിന്നെ 5000 പേരായി. അങ്ങനെ ഒരു സംവിധാനം, ഒരു മതം പൊങ്ങി വരും, സഭ പൊങ്ങി വന്നു. സഭ പൊങ്ങി വന്നു കഴിഞ്ഞപ്പോൾ സഭയ്ക്ക് എങ്ങനെയൊക്കെ ചെയ്യണം? അപ്പസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന, ഒരുമിച്ച് കൂടി, ഞായറാഴ്ചകൾ തോറും ഒരുമിച്ച് കൂടാൻ തുടങ്ങി. നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഇപ്രകാരം ചെയ്യണമെന്ന് ഈശോ പറഞ്ഞു. അപ്പം മുറിക്കൽ, അപ്പം വാഴ്ത്തുന്നു, വീഞ്ഞ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങോട്ട് രൂപപ്പെട്ട് വന്നപ്പം ആ ഒരു രൂപപ്പെട്ട് വന്ന സംവിധാനമാണ് മതത്തിൻ്റെ മേഖല. അതാണ് മതം, സഭ, ക്രൈസ്തവ സഭ, ക്രിസ്തു മതം. ഈ ക്രിസ്തുമതവും സഭയും ഉണ്ടായിരിക്കുന്നത് ഈ ക്രൈസ്തവ ആത്മീയത സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ്.
പക്ഷെ അപകടം എന്താണ്? മുന്നോട്ട് പോകും മതത്തിൻ്റെ കാര്യങ്ങൾ പൊക്കിപ്പിടിക്കും, മുറുകെ പിടിക്കും, കൃത്യമായിട്ട് ആഘോഷിക്കും. ഈശോ പങ്കുവെച്ച ആത്മീയത മറന്നു പോകും. ഇത് യഹൂദർക്ക് പറ്റി. നമുക്ക് ഇന്ന് വലിയൊരു അപകടം ഈ മേഖലയിൽ എല്ലാ മതങ്ങളിലും ഉണ്ട്, എല്ലാ മതങ്ങളും. അപ്പോൾ നമ്മുടെ മതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴേക്കും ഈ മതാത്മകതയിലേക്ക് അള്ളിപ്പിടിച്ച് ചേർത്ത് നിന്ന് അതിനെ ആഘോഷിച്ച് പൊയ്ക്കോ, ആത്മീയത അത് സാരമില്ല, അത് അവഗണിച്ചേരെ എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുന്നിടത്താണ് സ്വർഗീയ ഇടങ്ങളിൽ വ്യാപരിക്കും തിന്മയുടെ ദുരാലമാക്കൾ വിജയിക്കുന്നത്. ഇടവക, പള്ളിയിലെ കാര്യങ്ങൾ, പള്ളി പ്രസ്ഥാനങ്ങൾ, സംവിധാനങ്ങൾ, പള്ളി കെട്ടിടവും പള്ളി പരിസരവും, പിന്നെ വാർഡുകൾ, കൂട്ടായ്മകൾ, സൺഡേ സ്കൂള്, പ്രദർശനം, പെരുന്നാൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മതത്തിൻ്റെ സംവിധാനങ്ങളാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈശോ പങ്കുവെച്ച ദൈവരാജ്യ അനുഭവം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ദൈവരാജ്യ അനുഭവത്തെപ്പറ്റി ചിന്തിക്കാതെ, ഈ അപ്പായിക്ക് അത് മോനായിട്ട് മാറുന്ന ചിന്തിക്കാതെ, ഈ മതത്തിൻ്റെ കാര്യങ്ങൾ മാത്രം നമ്മൾ ഊന്നിപ്പിടിച്ച് പൊക്കിപ്പിടിച്ച് നീങ്ങുമ്പോൾ നമ്മളവിടെ ലക്ഷ്യം വിട്ടുപോയി, കണക്ഷൻ വിട്ടുപോയി. തീവണ്ടിയുടെ എഞ്ചിനിൽ നിന്നും വിട്ടിട്ട് ഒറ്റയ്ക്ക് പാളത്തിലൂടെ ഓടുന്ന ഉരുണ്ടുപോകുന്ന കമ്പാർട്ട്മെൻറ്റുകൾ പോലെ ആയി പോവുക. എഞ്ചിൻ പാഞ്ഞു പോയി, എഞ്ചിനിൽ നിന്ന് വിട്ടുപോയ കമ്പാർട്ട്മെൻറ്റുകൾ അവിടെ ഇവിടെ പാളത്തെ കൂടെ ഉരുണ്ടോണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഈശോയാകുന്ന എഞ്ചിനുമായുള്ള ബന്ധം, ഈശോയുടെ ആത്മീയത. ഇവിടെ നമുക്ക് നമ്മുടെ സഭയിലെ ആഘോഷങ്ങൾ, തിരുക്കർമ്മങ്ങൾ, ഇടവകയിലെ പരിപാടികൾ, സഭയുടെ കാര്യം, ഇതെല്ലാം ഇവർ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് തമ്പുരാൻ ഈ ഒരു കാര്യം സഭയെ ഏൽപ്പിച്ചിരിക്കുന്നത്? അത് വിട്ടുപോകരുത്. അപ്പോൾ ക്രിസ്തുമസ് എന്ന് പറയുന്നതിനകത്ത് ഞാൻ പറഞ്ഞു, ഈ സ്വർഗീയ ഇടങ്ങൾ വർദ്ധിക്കും തിന്മയുടെ ദുരാത്മാക്കളും ഈ ക്രിസ്തുമസിൻ്റെ ആഘോഷത്തിനകത്തും നല്ലതുപോലെ കയറി കിടന്ന് കളിക്കുന്നുണ്ട്, നല്ലപോലെ കളിക്കുന്നുണ്ട്. ക്രിസ്തുമസിൻ്റെ ഉന്നം എന്താ? ഈശോ എന്തിനാ ഭൂമിയിലേക്ക് വന്നത്? പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ്, വേറെ ഒന്നിനും വേണ്ടി അല്ല. ഇത് മനസ്സിലാക്കണം. വേറെ ഒന്നിനും വേണ്ടിയല്ല ഈശോ ഭൂമിയിലേക്ക് വന്നത്. പക്ഷേ ക്രിസ്തുമസിൻ്റെ അവസരത്തിൽ നമ്മുടെ ജീവിതങ്ങളിലെ പിശാചിൻ്റെ സാന്നിധ്യം, പ്രവർത്തനങ്ങൾ, ഇതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? തിരിച്ചറിയാറുണ്ടോ? ക്രിസ്തുമസിൻ്റെ ആചരണം നമ്മൾ 20 നോമ്പ് എടുക്കുന്നു. അത് കഴിഞ്ഞ് ആഘോഷം വരുമ്പോൾ നമ്മളുടെ ശ്രദ്ധ, ഉള്ളം ഏത് കാര്യത്തിലാണ് ഏറ്റവും അധികമായിട്ട് പതിഞ്ഞു കിടക്കുന്നത്? ക്രിസ്മസ്, പപ്പായുടെ ആഘോഷം. ശരിക്കും നമുക്കറിയാം, നിക്കോളാസ് ഓഫ് മീറ എന്ന് പറയുന്ന 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ ടർക്കിയിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനായ ബിഷപ്പ് സെയിൻറ്റ് നിക്കോളാസ്. അദ്ദേഹത്തിൻ്റെ സമ്പത്തും പണവും ഒക്കെ അദ്ദേഹത്തിന് ചുറ്റുമുള്ള നഗരത്തിലെ രൂപതയിലെ പാവങ്ങൾക്ക് കൊണ്ട് അവരുടെ അവസ്ഥ അറിഞ്ഞ് അവർ പോലും അറിയാതെ സമ്മാനമായിട്ട് കൊണ്ട് കൊടുക്കുമായിരുന്നു. സമ്മാനമായിട്ട് ആരും അറിയാതെ വീട്ടിൽ കൊണ്ട് ജനാലെ കൂടെ അല്ല ചിമ്മിനിക്കകത്തോട് ഇട്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു രീതി ആ മനുഷ്യൻ ചെയ്തിരുന്നു, വിശുദ്ധനായ ഒരു മെത്രാൻ. അതിനെ പിന്നെ പല രീതിയിൽ വർണ്ണിച്ചും അവതരിപ്പിച്ചും വരച്ചും ഒക്കെ ആയിട്ട് സാന്താ ക്ലോസ്, നിക്കോളാസിൻ്റെ ക്ലോസ് എടുത്ത് സെയിൻറ്റ് ക്ലോസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ഇപ്പം സംഭവം എന്താണ്? വലിയൊരു പെരുവയറൻ കുടവയറുമായിട്ട് ഇങ്ങനെ ഒരു കോമാളി വേഷവുമായിട്ട് താടിയും തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ കുറേ പൊതികളും എല്ലാം ആയിട്ട് വരുന്ന ഇങ്ങനെ ഒരു ചിത്രം. ക്രിസ്മസിൻ്റെ ആഘോഷം ഇന്ന് നമ്മൾ നടത്തുമ്പോൾ എവിടെയാണ് സംഭവിക്കുന്നത് നോക്കിക്കേ? നമ്മുടെ സ്ഥാപനങ്ങളിൽ, സമൂഹത്തിലെ ക്രിസ്മസ് ആഘോഷം സാന്താ ക്ലോസ് വേഷം കെട്ടിയിട്ട് നമ്മൾ വഴിയെ കൂടെ നടക്കുന്നു, പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നു, മത്സരം നടത്തുന്നു, പിള്ളേരെല്ലാം ക്രിസ്മസ് അപ്പൂപ്പനായിട്ട് വേഷം കെട്ടുന്നു, അതിന് ഫോട്ടോ എടുക്കുന്നു. അതിന് വേണ്ടിയിട്ട് ബെസ്റ്റ് അപ്പൂപ്പൻ ആരുടെയാ? ഞങ്ങളുടെ വാർഡിൻ്റെയാണോ മറ്റേ വാർഡിൻ്റെയാണോ? സാന്താക്ലോസ് ബെസ്റ്റ് ആരുടെയാണ്? അല്ലെങ്കിൽ നമ്മുടെ ഇടവകയിൽ എല്ലാവരും സാന്താക്ലോസിനെ പോലെ വേഷം കെട്ടിയിട്ട് വഴിയിലൂടെ നമുക്ക് നാട്ടിൽ കൂടെ നടക്കാം, ഫോട്ടോ എടുക്കാം. കണ്ടോ എന്ത് ശേല നോക്കിക്കേ. അതിൻ്റെ ആവേശം, സന്തോഷം, അതിനുവേണ്ടി പണം മുടക്കുന്നു, വേഷം ഉണ്ടാക്കുന്നു. അതിൻ്റെ മത്സരമായി ആ വാർഡ് ഈ വാർഡ് തമ്മിൽ. ഇതുപോലെ തന്നെ ക്രിബ് ഉണ്ടാക്കാൻ, ഇതെല്ലാം ഇതിനകത്ത് തീർന്നു പോവുകയാണ് നമ്മുടെ ആഘോഷം. ഇത് സാത്താൻ്റെ വിജയമാണ്. ഇങ്ങനെ കോമാളി വേഷം കെട്ടി പെരുവയറന്മാരെ വഴിയിറക്കാൻ വേണ്ടിയാണ് ഈശോ ഭൂമിയിലേക്ക് വന്നത്. നമ്മളെ കേരളത്തിൻ്റെ ദേശീയ ഉത്സവം പറയുന്ന വേറൊരു ഉത്സവത്തിൻ്റെ അവസരത്തിൽ വേറൊരു പെരുവയറൻ ആളിങ്ങനെ വഴിയെ വേഷം കെട്ടി വരാറുണ്ട്. തീറ്റയാണ് പ്രധാനം.
തീറ്റയാണ് പ്രധാനം. അപ്പസ്തലൻ പറഞ്ഞില്ലേ, ഉദരമാണ് അവരുടെ ദൈവം, ഉദരമാണ് അവരുടെ ദൈവമെന്ന് അപ്പസ്തലൻ പറഞ്ഞില്ലേ ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിലും. ഉദരത്തെയാണ് സേവിക്കുന്നത്. തീറ്റ ശാപ്പാട് അതിൻ്റെ പ്രതീകമായിട്ട് പോകുന്നില്ലേ നമ്മൾ. ഞാൻ വേറെ വിമർശിക്കുന്ന ഒരുപൊന്നും പറയുന്നതല്ല. സ്നേഹമുള്ള തമ്പുരാൻ്റെ നൊമ്പരം കാണണം. ഞാൻ പണ്ട് ഉദാഹരണം ഇങ്ങനെ പറയുമായിരുന്നു ഇടയ്ക്ക് ധ്യാനത്തിൽ. ഈ നാട്ടിൻപുറത്ത് മീൻ കച്ചവടത്തിന് വരുന്ന മീൻകാരൻ, ചെറിയ മോപ്പട് വണ്ടികളൊക്കെ പണ്ടിങ്ങനെ മീൻകാർ വരുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ അധികം കാണുന്നില്ല. മോപ്പട് വണ്ടികളിങ്ങനെ. അപ്പോൾ ആ ഒരു പ്രത്യേക സമയത്ത് ആ റൂട്ടിൽ കൂടെ മീൻകാരൻ വരും. ആ മീൻ വണ്ടിക്ക് ഒരു പ്രത്യേക ഓണുമുണ്ട്, ഓണം അടിച്ച് വരും. അപ്പോൾ ആ റൂട്ടിലുള്ള വീടുകാർ, റോഡരികളുള്ള വീടുകളിലെ അമ്മമാർക്കെല്ലാം അറിയാം മീൻ വണ്ടി ഇന്ന് വരും, ഇന്ന സമയത്ത് വരും. അപ്പോൾ അമ്മമാർ എന്നാണെങ്കിൽ ഇങ്ങനെ മീൻ മേടിക്കാനായിട്ട് പൈസ എടുത്ത് വെച്ച്, പാത്രം എടുത്ത് വെച്ച് ഇങ്ങനെ കാതോർത്ത് നിൽക്കും. അപ്പോൾ ഈ വണ്ടിയുടെ ഓണ് കേൾക്കുമ്പോഴേ വീട്ടമ്മ ഇറങ്ങി വരും. അപ്പോൾ ഈ മീൻകാരനും അറിയാം ഏതൊക്കെ വീട്ടിലാണ് പതിവായിട്ട് മീൻ മേടിക്കുന്നത്, അങ്ങേർക്കും അറിയാം. അവിടെ അങ്ങേരെ വീടിൻ്റെ ഒക്കെ അപ്പുറത്തെ വളവ് വരുമ്പോൾ നീട്ടി ഓണടിക്കും, എന്നിട്ട് സ്പീഡ് കുറയ്ക്കും, എന്നിട്ട് നോക്കും ഇറങ്ങി വരുന്നുണ്ടോ, കഥ തുറക്കുന്നുണ്ടോ. അപ്പോൾ ഇറങ്ങി വരുന്നത് കാണുമ്പോൾ അങ്ങേര് വണ്ടി നിർത്തിയിട്ട് മീൻ പാത്രമൊക്കെ തുറന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നതാ അമ്മ ചേച്ചി വേണ്ടത്? അപ്പോൾ ഇതേ വന്നിട്ട് ഒരു ചേച്ചി അടുത്ത് വന്നിട്ട് പറയുക, എനിക്ക് 2 കിലോ സവോള വേണം, 2 കിലോ സവോള വേണം എന്ന് പറഞ്ഞാൽ മീൻകാരൻ എന്നാ പറയും? സവോളയോ ചേച്ചി, ഇത് മീനാ, നോക്ക്, ഇത് 3-4 കൂട്ടം അയല, എനിക്ക് സവോളയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ അവിടെ കച്ചവടം നടക്കുകയല്ല. മീൻ വണ്ടി വരുമ്പോൾ അങ്ങോട്ട് ആൾ ഇറങ്ങി വരേണ്ടത് മീൻ മേടിക്കാനായിരിക്കണം. ഈശോ ഭൂമിയിലേക്ക് വന്നത് പാപം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ സുവിശേഷം വായിച്ചു, ഇരിക്കാൻ വന്ന ശിശുവിന് യേശു എന്ന് പേരിടണം. കാരണം എന്താ? അവൻ തൻ്റെ ജനതയുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഈശോയുടെ പേരിൻ്റെ തന്നെ അർത്ഥം പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവൻ, യേശു. എന്തുകൊണ്ടാണ് പേര് വന്നത്? പിശാചിൻ്റെ പ്രവൃത്തി പാവമാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം, പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്, പിശാചിൻ്റെ പ്രവൃത്തി നശിപ്പിക്കാൻ ദൈവത്തിന് പ്രത്യക്ഷനായത്. പിശാചിൻ്റെ പ്രവൃത്തി പാവമാണ്. അതുകൊണ്ട് അതേ അധ്യായം തന്നെ 1 യോഹന്നാൻ 3-ന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിലെ 2 വാക്യങ്ങൾ അച്ഛനെ പറഞ്ഞത്. 5-ാം വാക്യം നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി ദൈവത്തിന് പ്രത്യക്ഷനായി. 8-ാം വാക്യം പിശാചിൻ്റെ പ്രവൃത്തി നശിപ്പിക്കാൻ വേണ്ടി ദൈവത്തിന് പ്രത്യക്ഷനായി. അപ്പോൾ ഈശോ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ ലൈഫിലെ പാപം എന്ന പിശാചിൻ്റെ പ്രവൃത്തി ഏർക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വരുന്ന ഈശോയുടെ വരവാണ് ക്രിസ്തുമസ്. അപ്പോൾ എന്തുകൊണ്ടാണ് സർപ്പം ഇതുപോലെ ഈ ആൺകുട്ടിയെ പ്രസവിക്കാനായിട്ട് ഈ സ്ത്രീ ഇങ്ങനെ ഒരുങ്ങുമ്പോൾ ആ സ്ത്രീയുടെ മുൻപിൽ സർപ്പം കാത്തു നിന്നുവെന്ന് വചനം പറയുക? അത് മനസ്സിലാക്കണം. ക്രിസ്തുമസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന ആട്ടിടയന്മാരുടെയും ബദരീകരുടെ നക്ഷത്രത്തിൻ്റെയും കാര്യം അത് ചിന്തിച്ചാൽ പോരാ. പോയിരാക്കന്മാർ ചിന്തിച്ചാൽ പോരാ. അതൊക്കെ സൈഡുകളാണ്. അവർ അന്ന് കിട്ടിയ വെളിച്ചം വെച്ച് തമ്പുരാൻ്റെ പക്കലെത്തി, രക്ഷകൻ്റെ പക്കലെത്തി രക്ഷ നേടിയെടുത്തു ആ കിടക്കുന്നുള്ള ജ്ഞാനികൾ, അതുപോലെ പോയിരാക്കന്മാർ. പിന്നെ ഇപ്പം അതിൻ്റെ ആ ചൈതന്യത്തിൽ ജീവിച്ച നിക്കോളസ് എന്ന ബിഷപ്പ് തനിക്കുള്ളതെല്ലാം എടുത്തു കൊടുത്ത് പാവങ്ങളെ സഹായിച്ചു. അവർ സ്വർഗത്തിൽ പോയി. ഇടയന്മാർ ഓടിച്ചെന്നു, ഉണ്ണിയെ കണ്ടു, രക്ഷ സ്വന്തമാക്കി. ഇത് ആഘോഷിച്ചുകൊണ്ട് നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? ഈ ആഘോഷങ്ങളിൽ നമ്മുടെ ഉള്ള ശ്രദ്ധ ഉടക്കി കിടന്നിട്ട് അതിനപ്പുറം പോകാത്ത അവസ്ഥയിൽ നമ്മളാകുന്നിടത്ത് സാത്താൻ വിജയിക്കുക. സ്വർഗീയടങ്ങൾ വ്യാപരിക്കുന്ന തിന്മയെടുത്ത് ഒരാത്മാക്കൾ ആഘോഷിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് പാപം ഏറ്റെടുക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായിട്ട് അവതരിക്കുന്നത്, പിശാചിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഈശോയുടെ മനുഷ്യാവതാരം ക്രിസ്തുമസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ, ക്രിസ്തുമസിന് ഒരുങ്ങുമ്പോൾ, ഈശോ സ്വീകരിക്കാനായിട്ട് നമ്മൾ ചെല്ലുമ്പം നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെക്കുറിച്ച് പുതിയൊരു അവബോധത്തോടെ അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് ഈശോയെ നമ്മുടെ ലൈഫിൽ സ്വന്തമാക്കുന്ന അനുഭവം നമുക്ക് യാഥാർത്ഥ്യമാകണം. അല്ലെങ്കിൽ നമ്മൾ മീൻകാരൻ വരുമ്പോൾ സവോളയ്ക്ക് ചെന്ന ആളിനെ പോലെ പാപം ഏറ്റെടുക്കാൻ വേണ്ടി ദൈവോത്തരം വരുന്നു, നമ്മളിതേ കേക്ക് ഉണ്ടാക്കി പുൽക്കൂട് ഉണ്ടാക്കി ഇങ്ങനെ ആഘോഷമായിട്ട് തീരുകയാണ്. പുൽക്കൂടിൻ്റെ ആഘോഷം നമ്മുടെ ഇടവകളിലും വീട്ടിലെല്ലാം ചെയ്യുന്നുണ്ട്, മനോഹരമാണ്. നമുക്കറിയാം, അസിസി പുണ്യവാനാണ് ആദ്യമായി പുൽക്കൂട് ഉണ്ടാക്കിയത്. ഈശോയുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞ് ജ്വലിച്ച അസിസി പുണ്യവാൻ ആ 11-ാം നൂറ്റാണ്ടിലാണല്ലോ. ആ ഈ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു 1212 വർഷം
ആ ക്രിസ്മസ് വന്നപ്പോൾ അദ്ദേഹം തന്നെ അവിടെയുള്ളൊരു കന്നുകാലിക്കൂട്ടി തന്നെയാണ് ശരിക്കും ഇങ്ങനെ ഒരു തൊഴുത്ത് ഈ കാലിക്കൂട്ടിൽ സംഭവം എല്ലാം ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് വികാരിച്ചോട് പറഞ്ഞിട്ട് അന്ന് ഇടവക ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുവന്നു, പള്ളിയുടെ അടുത്തോ മറ്റാ. അങ്ങനെ ഈ തെരക്കർമ്മം നടത്തി. എന്നിട്ട് സംഭവം അറിയാമോ ചരിത്രം? ആ കർമ്മത്തിനിടയിൽ ഉണ്ണിയെ രൂപം ഉണ്ടാക്കി വെച്ച അവിടെ ആ ഉണ്ണിയെ അസിസി പുണ്യവാൻ കയ്യിലെടുത്തപ്പം ആ തിരുസ്വരൂപം ജീവനുള്ള ഉണ്ണീശമായിട്ട് മാറി. അസിസിയുടെ കാര്യങ്ങളിൽ ജീവനുള്ള ഉണ്ണീശമായിട്ട് മാറി. അസിസിയെ നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ സഹായിക്കണം നമ്മുടെ പുൽക്കൂട്ടിലെ ഉണ്ണിയും. അതിന് സംഭവിക്കുന്നത് എന്താ? ഉണ്ണിയെ ഉണ്ടാക്കി, പള്ളിയിൽ ഒന്നാന്തരം പുൽക്കൂടുണ്ടാക്കി, ആരുണ്ടാക്കി, ഇന്ന ആൾക്കാരുണ്ടാക്കി, അത് പണം മുടക്കി ഉണ്ടാക്കി വെച്ച്, അതിന് വേണ്ടിയിട്ട് മെനക്കെട്ട് മണക്കു ചിലവഴിച്ച് ഉണ്ടാക്കി വെച്ച് ഭംഗിയായിരിക്കുന്ന ഫോട്ടോയും എടുത്ത് സെൽഫി എടുത്തിട്ട് അവിടെ പോയി തൊട്ട് വന്നിച്ചിട്ട് നേർച്ച ഇട്ടിട്ട് നമ്മൾ പോകുന്നു. ഉണ്ണിയെ സ്വന്തമാക്കുന്നുണ്ടോ? ഉണ്ണിയെ സ്വന്തമാക്കുന്നുണ്ടോ? സഹമുള്ളവർ, ഇവിടെ കണ്ട് നമ്മൾ സാത്താൻ വിജയിക്കുന്നത് കണ്ടോ? ഉണ്ണിയെ സ്വന്തമാക്കിക്കൊണ്ട് പൈസാനിത്യങ്ങളെ ആട്ടിപ്പായിക്കാനുള്ള ദൈവത്തിൻ്റെ വലിയ പദ്ധതി ദൈവം ഒരുക്കിയത്, അത് സ്വന്തമാക്കാൻ വേണ്ടി സഭയിലെ ഈ വിശുദ്ധ ആഘോഷങ്ങളിൽ വരുമ്പോൾ ഈ സ്വന്തമാക്കേണ്ട കാര്യം അല്ലെങ്കിൽ മുറുക്കെ പിടിക്കേണ്ട കാര്യം മറന്നിട്ട് ഈ ബാഹ്യമായ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു പോകുന്ന ഒരു അപകടാവസ്ഥ. പക്ഷേ അവിടെ സഹോദരങ്ങളെ, 2-3 കാര്യങ്ങൾ നമുക്ക് ക്രിസ്മസിൻ്റെ പക്ഷത്ത് ചിന്തിക്കണം. 2-3 കാര്യങ്ങൾ. ഒന്നാമത്തേത്, ക്രിസ്മസിൻ്റെ അടിസ്ഥാന പശ്ചാത്തല പ്രമേയം സാത്താനെതിരെയുള്ള പോരാട്ടമാണ്. ആദ്യം മനസ്സിലാക്കണം. ക്രിസ്തുമസിൻ്റെ അടിസ്ഥാന പ്രമേയം സാത്താനെതിരെയുള്ള പോരാട്ടമാണ്. സാത്താൻ എന്ന യാഥാർത്ഥ്യം, സാത്താൻ്റെ സാന്നിധ്യം എന്ന് മാത്രം. നമുക്കറിയാമല്ലോ ഈശോയുടെ തിരുപ്പിറവി ബന്ധപ്പെട്ട വചനങ്ങൾ ഏതൊക്കെയാണ്? യേശുപ്പ മാതാവുമായുള്ള ബദലഹേമിന്റെ സംഭവങ്ങൾ നമുക്കറിയാം. പക്ഷെ അതിനപ്പുറം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം നമുക്കറിയാം. പ്രോട്ടോ ഏവങ്കേലിയോൻ, ആദിമ സുവിശേഷം എന്ന് സഭ മതബോധ ഗ്രന്ഥത്തിലും പിതാക്കന്മാരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതായ വചനമാണ്. നീയും സ്ത്രീയും തമ്മിൽ ശത്രുത, ഈ സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. അവിടെയാണ് ക്രിസ്മസിൻ്റെ ആദ്യ സൂചന. ഇവിടെ ക്രിസ്മസിൻ്റെ ആദ്യ സൂചന. ഈ സ്ത്രീയുടെ സന്ധ്യയെക്കുറിച്ചുള്ള ആദ്യത്തെ സൂചന വരുമ്പം സർപ്പത്തോട് ബന്ധിപ്പിച്ചാണ് പറയുന്നത്. അവിടെ ഇന്ന് നമ്മൾ ക്രിസ്തുമസിനെ പറ്റി ചിന്തിക്കുമ്പോൾ സർപ്പവുമായിട്ട് ബന്ധിപ്പിച്ച് ചിന്തിക്കണം. സർപ്പത്തെപ്പറ്റി, സാത്താനെപ്പറ്റി, പിശാചിനെ പറ്റി ചിന്തിക്കാൻ മനസ്സില്ലാത്ത വ്യക്തിക്ക് ക്രിസ്തുമസ് എന്ന് പറയുന്നത് വെറും കോമാളി വേഷം കെട്ടാനും വെറുതെ ആഘോഷിച്ച് തീർക്കാനുമുള്ള ഒരു കെട്ട അർത്ഥമില്ലാത്ത ഒരു ഉപകാരമില്ലാത്ത വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് എനർജി ആൻഡ് മണി ആയിട്ട് പോകും. സാത്താൻ്റെ വിജയമാകും. ഞാൻ അച്ഛനെ പറയുന്ന വചനമാണ്. ഈ ഡിസംബർ 25 ക്രിസ്മസിൻ്റെ ആഘോഷം നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഈശോ എന്ന ആ ദേവകുമാരൻ്റെ പിറവിയാ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഈ കുമാരനെക്കുറിച്ച്, ഈ പയ്യനെക്കുറിച്ച്, ഈ കൊച്ചനെക്കുറിച്ച് ആദ്യമായിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഉൽപ്പത്തി 3:15. മറക്കരുത്. ഈ സ്ത്രീയുടെ സന്തതി, അതാണ് ഈശോ. അവിടെ പറഞ്ഞ സർപ്പത്തിന് മുമ്പിലാണ് ദൈവം പറയുന്നത്, നിന്റെ തല ഈ സ്ത്രീയുടെ സന്തതി തകർക്കും. തകർക്കും. ഇത് മറന്നിട്ട് നമ്മൾ എങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കും സ്നേഹമുള്ളവരെ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിലെ ആദ്യത്തെ പുസ്തകത്തിൽ ഇത് പറഞ്ഞാണ് ഈശോയുടെ ജനനം തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത്. അവസാനത്തെ പുസ്തകം നമ്മൾ കണ്ടു കഴിഞ്ഞപ്പം അവസാനത്തെ പുസ്തകത്തിൽ വെളിപാട് 12 കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് തിരുപ്പിറവിയെക്കുറിച്ച്. അത് മറക്കരുത്. അത് ക്രിസ്മസിൻ്റെ രാത്രി ഒരുപക്ഷെ വായിക്കേണ്ട ലേഖനം ഇതാണ്. ക്രിസ്മസിൻ്റെ രാത്രി ഒരുപക്ഷെ വായിക്കേണ്ട ലേഖനം ഭാഗം ഇതാണ്. വെളിപാട് പുസ്തകത്തിൽ 12-ാം അധ്യായം. ഗർഭിണിയായ സ്ത്രീ കൃത്യം പറഞ്ഞിട്ടില്ലേ അതാരാന്നുള്ളത്? നസ്രത്തിലെ ആ ഒരു പ്രത്യേക മേരി മാത്രമല്ല, ആ സ്ത്രീ എന്ന് മേരി ഈ സ്ത്രീയാണ് എന്ന് നമ്മുടെ ഒക്ടോബർ 7-ാം തീയതി ലിയോപാപ്പ തന്നതായ മാതാവിനെ കുറിച്ചുള്ള പ്രബോധനത്തിൽ കൃത്യമായിട്ട് ആദ്യത്തെ ഏതാനും കണ്ണികൾ ഉപയോഗിച്ചുകൊണ്ട് സഭ പഠിപ്പിക്കുന്നുണ്ട്. ഈ സ്ത്രീ അത് മേരിയാണ്. ഉൽപ്പത്തി 3:15 സ്ത്രീ, വെളിപാട് 12 സ്ത്രീ. ആ കുരിശിൽ കിടക്കുമ്പോൾ ഈശോ സ്ത്രീ എന്ന മാതാവിനെ വിളിച്ചു. സ്ത്രീ എന്ന് വിളിച്ചത് അമ്മയെന്ന് വിളിക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, സ്നേഹമില്ലാഞ്ഞിട്ടല്ല, മേരി എന്ന പേരൊന്നും അറിയാൻ മേലാഞ്ഞിട്ടല്ല. ഇനി എന്തിനാ കുരിശിൽ കിടക്കുന്ന ഈശോ സ്ത്രീ എന്ന് വിളിച്ചത്?
തൻ്റെ പരസ്യത്തിന് അവസാനമാണ്, ദൗത്യം പൂർത്തീകരിക്കുക. ദൗത്യം ആരംഭിച്ചപ്പോൾ കാനായിലെ കല്യാണം വീട്ടിൽ സ്ത്രീ എന്ന് വിളിച്ചു. മേരിയെ നോക്കിയിട്ട്, മുഖത്ത് നോക്കിയിട്ട് അമ്മയെന്ന് വിളിക്കാൻ അറിയാമേലാഞ്ഞിട്ടല്ല, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അറിഞ്ഞുകൊണ്ട് വിളിച്ചതാ. യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് ഈ ഉൽപ്പത്തി 3:15 ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സ്ത്രീ എന്ന് വിളിച്ച് പരസ്യത്തിലേക്ക് ഇറങ്ങുന്നു. ഈശോ അമ്മയുടെ പ്രേരണയാൽ കുരിശ് കടന്ന് പൂർത്തിയാക്കുമ്പോൾ സ്ത്രീയെ എന്ന് വിളിച്ചിട്ട് രണ്ടാമതും ആ സ്ത്രീയെ നോക്കി യോഹന്നാനെ വിളിച്ചുകൊണ്ട് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞു. സ്ത്രീ എന്ന് വിളിച്ച ആളിനെ നോക്കി അമ്മ എന്ന് യോഹന്നാനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഈ സ്ത്രീ ആയ നസ്രത്തിലെ മേരിയെ നമുക്ക് അമ്മയായി തന്നപ്പോഴാണ് ഈശോ ആ രേഖയിൽ പാപ്പ പഠിപ്പിക്കുകയാണ്, എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് ഈശോ ആത്മാവിനെ സമർപ്പിച്ചു. അപ്പോൾ ഈ അമ്മയുടെ മക്കളെ നമ്മൾ മാറ്റി. അവിടെ സഭ പഠിപ്പിക്കുന്നുണ്ടോ? വെളിപാട് 12 ഇപ്പം പറയുന്ന ഭാഗം സ്ത്രീ വലിയ അടയാളം, സർപ്പം അപ്പുറത്തെ അടയാളം കണ്ടോ. ഉൽപ്പത്തിയിൽ അതേ തന്നെ സംഭവം തന്നെയാണ്. ആ സ്ത്രീ പ്രസവവേദന ഞെരുങ്ങുകയാണ്. ഈ ഞെരുക്കം ആ കുഞ്ഞിനെ വിഴുങ്ങാൻ വേണ്ടി സർപ്പം കാത്തു നിൽക്കുന്നു. ക്രിസ്മസ് വരുമ്പോഴെങ്കിലും നമ്മളിത് ഓർമ്മിക്കണം. ക്രിസ്മസ് വരുമ്പോഴെങ്കിലും ഓർമ്മിക്കണം, കാത്തു നിൽക്കുന്നു. അവിടെ മാത്രമല്ല സർപ്പം കാത്തു നിന്നത്, സർപ്പം എല്ലായിടത്തും കാത്തു നിൽപ്പുണ്ട്. നമ്മൾ ഓരോരുത്തരുടെയും വീടിൻ്റെ വാതിക്കൽ അവൻ കാത്തു നിൽപ്പുണ്ട്, ഒരു സംശയം വേണ്ട. ആദ്യ മനുഷ്യർ ആദവും ദൈവം വരെ മനോഹര പരദീസയിലാക്കി. സർപ്പം അവിടെ കാത്തു വന്നില്ലേ? നോക്കി നിന്നില്ലേ? ഹവ്വാതിരെ വരാൻ വേണ്ടിയിട്ട് ആ മരത്തിൻ്റെ അവിടെ കാത്തു നിന്നില്ലേ? ഉൽപ്പത്തി 4-ാമത്തെ അധ്യായത്തിൽ 5, 6, 7 വാക്യങ്ങൾ വായിച്ചു നോക്കിക്കോ. കായൻ്റെ വീട്ടുപതിക്കൽ സർപ്പം കാത്തു നിന്നു. തമ്പുരാൻ തന്നെ പറയുക, പാപം നിൻ്റെ പടിവാതിക്കൽ പതിയിരിക്കുന്നുണ്ട്, നിന്നെ താല്പര്യം വെച്ചിരിക്കുക, നീ എന്നെ കീഴടക്കണം. അന്ന് തമ്പുരാൻ പറഞ്ഞു കൊടുത്ത് കൃത്യമായിട്ട് കായനെ വിളിച്ചിട്ട് ഇത് അവിടെ കൊണ്ട് തീർന്നു പോയതാണോ? അല്ല, ദൈവമക്കളുടെ മുഴുവൻ മുമ്പിൽ. അതാണ് വെളിപാട് 12 ഇപ്പോൾ സ്ത്രീ പ്രസവിക്കാനായിട്ട്, ഉണ്ണിയെ പ്രസവിക്കാനായിട്ട് മാതാവ് ആയിരിക്കുമ്പോൾ സർപ്പം കാത്തു നിന്നു. അവന് കിട്ടിയില്ല. ആ കിട്ടാത്തതിൻ്റെ അരിശം അവൻ കാണിച്ചതാണ്. ഹെരോദസ് രാജാവിനെ കുത്തി ഇളക്കിയിട്ട് പടയാളികളെ വാളുമായിട്ട് വിട്ടിട്ട് ബെത്ലഹേമിലെ കുഞ്ഞുങ്ങളെല്ലാം അരിഞ്ഞു വീഴ്ത്തി. ഉണ്ടോ? ഈ സർപ്പത്തിൻ്റെ പരിപാടിയാണ്. അവൻ കൊലപാതകിയാണ്, ആദ്യം മുതലേ കൊലപാതകിയാണ്. ഹെരോദസ് രാജാവ് ഒരു നിസ്സാര കുഞ്ഞ് ജനിച്ചതിൻ്റെ പേരിൽ ഇത്രയും വിഷമിക്കേണ്ട കാര്യം എന്താ? ഇത്രയും അസ്വസ്ഥപ്പെട്ട കാര്യം എന്താ? എവിടെയോ യഹൂദരുടെ പ്രവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത്രേ ബെത്ലഹേമിൽ. പൂജാക്കന്മാർ അവിടെ നിന്ന് വരികയും ചെയ്തു. പക്ഷെ അതിന് അങ്ങേര് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? 2 വയസ്സ് താഴെ പ്രായമുള്ള സകല ആൺകുഞ്ഞുങ്ങളെയും അരിഞ്ഞു വീഴ്ത്തി ബെത്ലഹേമിലെ കുഞ്ഞുങ്ങളെല്ലാം. അത്ര ക്രൂരമായ ഒരു പരിപാടി ചെയ്യാൻ ഈ ഹെരോദസിന് എവിടുന്ന് പ്രേരണ കിട്ടി? കൊല്ലാനുള്ള പ്രേരണ സാത്താൻ്റെയാണ്. കൊല്ലാനുള്ള പ്രേരണ സാത്താൻ്റെയാണ്. യോഹന്നാൻ 8-ാമത്തെ അധ്യായത്തിൽ ഈശോ തന്നെ ചുറ്റും നിൽക്കുന്നതിന് നോക്കിയിട്ട് നിങ്ങൾ പിശാചിൻ്റെ മക്കളാണെന്ന് പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൻ്റെ പ്രവൃത്തിയാണ് സ്വഭാവം അനുസരിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അവൻ ആദ്യം മുതലേ കൊലപാതകയാണ്. നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കൊല്ലാൻ ആലോചിക്കുന്നില്ല, ഞങ്ങൾ പിശാചിൻ്റെ മക്കളൊന്നുമല്ല, അബ്രാഹത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ഈശോ പറയുന്നുണ്ട് അവിടെ, യോഹന്നാൻ 8 വായിച്ച് നോക്കിക്കോ, 32-33 വാക്യങ്ങളിൽ, അബ്രാഹത്തിന് എന്നെ കൊല്ലാൻ നോക്കിയിട്ടില്ല, നിങ്ങളെന്നെ കൊല്ലാൻ ആലോചിക്കുന്നു. അവർ ചിരിച്ചുകൊണ്ട് നിൽക്കുക, ഈ കൊല്ലാന്നോ. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൻ്റെ സ്വഭാവം കാണിക്കുന്നു, പ്രവൃത്തി കാണിക്കുക, വെറുപ്പ്, കൊല്ലാൻ നോക്കുന്നു. അപ്പോൾ ഹെരോദസ് രാജാവ് കൊല്ലാനായിട്ട് നോക്കി, ഈശോയെ കിട്ടിയില്ല. ആ കോപത്തിൽ ഈ കുഞ്ഞുങ്ങളെ മുഴുവൻ അരിഞ്ഞു വീഴ്ത്തി. ഹെരോദസിന് പ്രേരണ കിട്ടിയത് പിശാചിൽ നിന്നാണ്. പിശാചിൻ്റെ കോപം നമ്മൾ വെളിപാട് 12 പറയുകയാണ്, ആൺകുഞ്ഞിനെ പ്രസവിച്ചു ആ സ്ത്രീ, കിട്ടിയില്ല. അപ്പോൾ അത് കോപിച്ചു, സർപ്പം കോപിച്ചു. ആ കോപത്തിൻ്റെ അപ്പം സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. പക്ഷത്തെ അമ്മ യോസേപ്പിതാവും കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്ത് മരുഭൂമിയിലേക്ക് വിട്ടുപോയി. അതിൻ്റെ പെട്ടെന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും വേണം. അങ്ങനെയുള്ള ആ കോപിച്ച സർപ്പം സ്വർഗത്തിൽ നിന്ന് പറന്നുള്ളപ്പെട്ട് ഭൂമിയിലേക്ക് വന്നു കഴിയുമ്പം അവൻ ചെയ്യുന്ന എന്താണ് നമുക്കറിയാം. വെളിപാട് 12-ന്റെ 17, 18 വാക്യങ്ങൾ. ഇത് ലിയപ്പാപ്പ നമുക്ക് നൽകിയ മാതാവിൻ്റെ കുറിച്ചുള്ള ആ ഒരു പങ്കുവെക്കലിൽ എടുത്തു പറയുന്നുണ്ട്. ഈ സ്ത്രീയെയും കുഞ്ഞിനെയും കിട്ടാതെ വന്നപ്പം സർപ്പം കോപിച്ചു. 17-ാം വാക്യം. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ദേവകൽപ്പന കാക്കുന്നവരും യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്ന യുദ്ധം പുറപ്പെട്ടു. അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. ഭൂമിയുടെ വെള്ളത്തിൻ്റെ കരയുടെയും കടലിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മുമ്പിൽ ഈ സ്ത്രീയുടെ മറ്റു മക്കൾ യുദ്ധം പുറപ്പെട്ടു. നിലയുറപ്പിച്ചിരിക്കുകയാണ്. ആ നിലയുറപ്പിച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടുവാതിൽക്കൽ തന്നെ ഓർത്തോണം. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ചുറ്റുപാടും അവൻ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു അടിസ്ഥാന യാഥാർത്ഥ്യം മറക്കരുത്. ക്രിസ്മസിൻ്റെ പശ്ചാത്തല പ്രമേയം സാത്താനെതിരെയുള്ള പോരാട്ടമാണെന്നുള്ള മനസ്സിലാക്കണം. പിശാചിൻ്റെ പ്രവൃത്തി നശിപ്പിക്കാനാണ് ദൈവത്തിന് പ്രത്യക്ഷനായത്. അവിടെ ശിശുവിൻ്റെ പേര് പോലും പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവൻ. പാപം പിശാചിൻ്റെ പ്രവൃത്തിയാണ്.
തൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ഒരുത്തൻ വരുന്നുണ്ട്, അവനെ നിലം തൊടിയിക്കരുത്. ഇത് സാത്താൻ്റെ മനോഭാവം. അപ്പം ഈ ഒരു കാഴ്ചപ്പാട് സ്നേഹമുള്ളവർ നമ്മൾ ക്രിസ്മസിലേക്ക് നോക്കുക. രണ്ടാമത്തെ ചിന്ത, ഈ പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിച്ചുകൊണ്ട് ദൈവം എങ്ങനെയാണ് കാര്യങ്ങൾ നീക്കുന്നത്. ദൈവത്തിൻ്റെ നമ്മളിപ്പോൾ ഒരു ആശുപത്രി അസുഖം ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർമാർ 2-3 കാര്യങ്ങളില്ലേ ആശുപത്രി ചെന്നാൽ. ഒന്ന്, രോഗം നിർണ്ണയിക്കണം. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഡയഗ്നോസിങ്, രോഗം എന്താണെന്ന് കൃത്യമായിട്ട് നിർണ്ണയിച്ചാലേ ചികിത്സ എടുക്കാൻ പറ്റുള്ളൂ. രോഗനിർണയം തെറ്റിയാൽ വലിയ ചികിത്സകളൊക്കെ എടുത്താലും അവസാനം കെണിപ്പെടും. അപ്പം ഒരു ഡോക്ടറുടെ സാമർഥ്യം എന്ന് പറയുന്നത് രോഗം നിർണ്ണയിക്കുന്നില്ല, കൃത്യമായിട്ട് ഇന്ന രോഗമാണ്, ഇന്ന കോംപ്ലിക്കേഷൻ ഉള്ളതാണ്, ഇന്ന അവസ്ഥയിലാണ് നിർണ്ണയിക്കുക, ഡയഗ്നോസ് ചെയ്യുക. ഇതൊന്നാമത്തെ കാര്യം. അപ്പോൾ നമുക്കിതാണ് എവിടെയാണ് പ്രശ്നമെന്ന് നമ്മൾ അറിയണം. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും സഭയിലേക്ക് നോക്കുമ്പോഴും മനുഷ്യാവതയിലേക്ക് നോക്കുമ്പോഴും എന്താണ് വിഷയം? ഇതാണ് വിഷയം. സാത്താൻ്റെ സാന്നിധ്യം കയറി കിടക്കുന്നു. ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണ്. വചനം പറയുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയുന്നുണ്ടെന്ന് മാത്രം നോക്കി വെച്ചാൽ മതി. ഇതൊന്നാമത്തെ കാര്യം, രോഗനിർണയം, അവസ്ഥ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്താ? ആശുപത്രി എന്ന് കഴിഞ്ഞാൽ ഡോക്ടർമാർ പറയുന്നത് രോഗം കൃത്യമായിട്ട് നിർണയിച്ചു കഴിഞ്ഞാൽ ചികിത്സ നിർണയിക്കും. ചികിത്സാ നിർണയം. ഡോക്ടർ പറയും ഇതാണ് രോഗത്തിൻ്റെ അവസ്ഥ. ഓക്കെ, അതുകൊണ്ട് പ്രതിവിധി എന്താണ്? ഇത്ര നാൾ മരുന്ന് കഴിച്ചിട്ട് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യണം, പിന്നെ ഇന്ന ട്രീറ്റ്മെൻറ്റ് എടുക്കണം, പിന്നെ ഇത്ര നാൾ അഡ്മിറ്റ് ആയിരിക്കണം, പിന്നെ പോയിട്ട് ഇങ്ങനെ ഇത്ര മാസങ്ങൾ ഇങ്ങനെ ചികിത്സ നിർണ്ണയിച്ചു. വേണോ വേണ്ടയോ, ഇത്ര എക്സ്പെൻസ് വരും, അഡ്മിറ്റ് ആകണം, പറ്റുമോ ഇല്ലയോ, ചികിത്സ നിർണ്ണയിച്ചു. അപ്പം ശരിക്കാണ് ഡോക്ടർമാർ രോഗിയുടെ ബന്ധപ്പെട്ട വ്യക്തികളോട് സംസാരിക്കും. ഇതാണ് രോഗാവസ്ഥ, ഇതാണ് ചികിത്സ, വേണോ വേണ്ടയോ. ഇത് രണ്ടാമത്തെ കാര്യമാണ്. ചികിത്സ നിർണ്ണയിക്കണം. അത് വേണം, അല്ലാ പറ്റത്തില്ല, വേണം. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നാ വരുന്ന അഡ്മിറ്റ് ആകുന്നത്? ഇത്ര നാൾ അഡ്മിറ്റ് ആകണം, പിന്നെ ഇന്ന ചികിത്സ, ഇന്ന കാര്യങ്ങളെടുക്കണം, ഇത്ര പണച്ചെലവുണ്ട് എന്നാരംഭിക്കണം. മൂന്നാമത്തെ കാര്യം ട്രീറ്റ്മെൻറ്റ്, ചികിത്സ എടുക്കുക. എത്ര രോഗനിർണയം കൃത്യം നടത്തിയാലും, എത്ര ചികിത്സാവിധി കൃത്യമായിട്ട് തീരുമാനിച്ചാലും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ല എങ്കിൽ ഒരു ഉപകാരമില്ല. ഈ 3 കാര്യം ഇവിടെയുണ്ട്. അപ്പോൾ രോഗനിർണയത്തിൻ്റെ അവസ്ഥ ഇപ്പം ഞാൻ പറഞ്ഞത് ഇതാണ് മനുഷ്യവഴക്കത്തിൻ്റെ അവസ്ഥ. സാത്താൻ്റെ ശക്തി വലയത്തിലാണ്, സാത്താൻ്റെ അടിമയൊക്കെ കിടക്കണം, അവിടുന്ന് മോചിപ്പിക്കണം യഥാർത്ഥ അവസ്ഥ. രണ്ടാമത്തെ ചികിത്സാ വിധി എന്താണ്? അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഈശോ ഭൂമിയിലേക്ക് വന്നത് പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ചികിത്സ ചെയ്യേണ്ടത് പാപങ്ങൾ ഏറ്റെടുക്കാൻ ഈശോ അനുവദിക്കുക. എന്ത് ചെയ്യണം? ഏറ്റെടുത്തോളാം. പരിഹാരം കുറിച്ച് ചെയ്യാൻ പോവാണ്. പരിഹാരം ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യും. നിങ്ങൾ ഒപ്പുവിട്ട് വന്ന് സഹകരിച്ച് ഇവിടെ ആശുപത്രി ഉണ്ടായിരിക്കണം, സഹകരിക്കണം, ഒപ്പുവെച്ച് തരണം, വിട്ടുതരണം. നിങ്ങളുടെ ശരീരം സാന്നിധ്യം ഇവിടെ വേണം. ഡോക്ടർ ചെയ്യും ബാക്കി. തമ്പുരാൻ ചെയ്തു കുരിശിലെ ബലി, അതിലേക്ക് നമ്മൾ വരണം, നമ്മൾ തന്നെ വിട്ടുകൊടുക്കണം. ഇതാ ഞാൻ. അതുകൊണ്ട് മാമസം വാങ്ങാൻ ചോദിക്കുന്നത് പിശാചിനടുത്ത് മോചനം നീ ആഗ്രഹിക്കുന്നോ? പാപവും പാപം ഉപേക്ഷിക്കുന്നു. നമ്മൾ തയ്യാറാകണം ആ ചികിത്സയ്ക്ക് വരാം. അപ്പോൾ ഒന്ന്, പാപം അനുദപിച്ച് ഏറ്റുപറയാൻ തയ്യാറാവുക. അങ്ങനെ പാപങ്ങൾ നീങ്ങുന്നിടത്ത് മാമോദിസയിലെ 3-ാം ചോദ്യം അറിയാമല്ലോ. യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവ് നീ സ്വീകരിക്കുന്നുവോ? യേശുവിനെ നിർലയിപ്പിക്കുക, സ്വീകരിക്കണം. എങ്കിലേ ആ ചികിത്സ പൂർണ്ണമാവുകയുള്ളൂ. ഇതാണ് ചികിത്സാവിധി. അതുകൊണ്ടാണ് ഈശോയുടെ പേര് തന്നെ യേശു, പാപത്തെ മോചിപ്പിക്കുന്നവൻ. രണ്ടാമത് നമ്മൾ പറഞ്ഞു ഈശോയ്ക്ക് വേറെ പേരും കൂടെ മത്തായി 1 പറയുന്നുണ്ട്, ഇമ്മാനുവേൽ. എന്താ അർത്ഥം? ദൈവം നമ്മോട് കൂടെ. എന്തുകൊണ്ട് അങ്ങനെ ഒരു പേര് വീണ്ടും വന്നിരിക്കുന്നത്? 2 പേരാണോ? ഈ പേരിൻ്റെ കാര്യം എന്താ? ദൈവം നമ്മോട് കൂടെ. ഈശോ ഭൂമിയിലേക്ക് വരുമ്പം ഒറ്റ രക്ഷാകര പ്രവൃത്തി വഴി 2 കാര്യമാണ് ചെയ്യുന്നത്. ഒരു ക്യാൻസറസ് ആയുള്ള ഒരു ഗ്രോത്ത് ശരീരത്തിലുണ്ടെങ്കിൽ, അല്ല അറ്റാക്കിൻ്റെ ഒരു അവസ്ഥ, രക്തക്കുഴൽ അടഞ്ഞിരിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ ആ അടഞ്ഞിരിക്കുന്നതിനെ മുറിച്ചു മാറ്റി അല്ല അവിടെ എടുത്തു മാറ്റിയിട്ട് ക്ലിയർ ആക്കുക എന്നുള്ള ഒന്ന്. അവിടെ സ്റ്റെഞ്ചോ എന്തെങ്കിലും ഇട്ടിട്ട് അത് രക്തം ശരിക്കും ഓടാൻ പാകത്തിന് അല്ല കൃത്രിമമായിട്ട് കുഴൽ വെച്ച് പിടിപ്പിച്ച സ്റ്റെഞ്ച് ഇട്ടിട്ടോ അവിടെ കറക്റ്റ് ആക്കുന്നത് 2. എന്ന് പറഞ്ഞതുപോലെ പാപം നീക്കി, പാപത്തിൻ്റെ രൂപിയായ പിശാചിനെ നീക്കിയിട്ട് അതൊന്ന്. ആ ഉള്ളത്തിൽ ദൈവ സാന്നിധ്യം നിറയ്ക്കുക. ദൈവം നമ്മോടുകൂടെ, ഇമ്മാനുവേൽ. ആ അവസ്ഥയിലേക്ക് നമ്മൾ കയറി വരണം. അതുകൊണ്ട് ഇമ്മാനുവേൽ പേര് തന്നെ വന്നിരിക്കുന്നത്.
പാപം വഴിയായിട്ട് മനുഷ്യമക്കൾക്കുണ്ടായ ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയുന്നത് ദൈവസാന്നിധ്യമില്ലെന്നായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈശോയുടെ രക്ഷാകര പ്രവൃത്തി വഴി നമുക്ക് വേണ്ടി ദൈവസ്വർഗം ഓഫർ ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് ദൈവം കൂടെയുള്ളവരായിട്ട് ജീവിക്കാനുള്ള അവസരമാണ്. സാത്താൻ്റെ കാര്യം ശ്രദ്ധിക്കാതെ ക്രിസ്മസിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഉയർപ്പിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റത്തില്ല. കുരിശിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇതാണ് യാഥാർത്ഥ്യം. എന്നിട്ടും സാത്താൻ വിദഗ്ധമായിട്ട് ഈ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളെ മാറ്റിവെച്ചിട്ട് ഒരു വക മാസ്മരികത നമ്മളെ പെടുത്തിയതുപോലെ എന്തെങ്കിലും ചെറിയ ചില പുറം പൂച്ചുകൾ, പുറം ആഘോഷങ്ങൾ കൊണ്ട് നമ്മളെ ലൈഫിനെ നിറച്ചിട്ട് നമ്മളെ ഇങ്ങനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ക്രിസ്മസിൻ്റെ അവസരത്തിൽ നമുക്ക് സാത്താൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിച്ചേ പറ്റൂ. മീൻ വണ്ടിക്കാരൻ മീനുമായിട്ട് വരും, ഓടിച്ചുകൊണ്ട് വരുമ്പം ഓടി വരുന്ന വീട്ടമ്മ മീൻ വേണം ചോദിക്കാൻ. സവോള ചോദിച്ചാൽ മീൻകാരൻ പോകും. അങ്ങേരെ നാണം കിടന്ന പോലെയാണ്. ഈശോ പാവം ഏറ്റെടുക്കാനും പിശാചിൻ്റെ നശിപ്പിക്കാനാണ് വരുന്നതെങ്കിൽ നമ്മുടെ ലൈഫിലെ പാപങ്ങൾ, നമ്മുടെ ലൈഫിൽ കിടക്കുന്ന പിശാചിൻ്റെ പ്രവൃത്തികൾ അത് ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അതിനുവേണ്ടി വന്നച്ചാൽ മതി. അതല്ലാതെ പപ്പായുടെ ഇതുണ്ടാക്കി, പിന്നെ പുൽക്കൂട് ഉണ്ടാക്കി, നക്ഷത്രം കെട്ടിയിട്ട് കുറേ കേക്കും മേടിച്ച് കമാനം കൊടുത്തിട്ട് ചാപ്പാടും കഴിച്ച് സ്നേഹമുള്ള എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? തമ്പുരാൻ വേദനയോട് നോക്കിയിട്ട് പറയാം, മക്കളെ, ഇതിനല്ല ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്, ഇതിനല്ല ഞാൻ മനുഷ്യനെ അവതരിച്ചത്. നിന്റെ കുടുംബത്തിലോ നിന്റെ ജീവിതത്തിലോ സാത്താൻ എന്തിനു പിടുത്തം കിടമെന്നറിയാവോ? അത് തിരിച്ചറിയാത്ത എന്തേ? അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിച്ച് വാശി പിടിച്ച് കയർത്ത് പിണങ്ങിയിരിക്കുന്ന കുടുംബത്തിൻ്റെ സാത്താൻ്റെ വിജയമാണ്. എഫ്രൈം വിശുദ്ധൻ, വിശുദ്ധന്മാർ വീണേന്ന് പറയുന്ന ചെറിയ വിശുദ്ധ എഫ്രൈം പറയുന്നുണ്ട്, നമ്മുടെ കുടുംബത്തിൽ, സമൂഹത്തിൽ ഭാര്യ, ഭർത്താവല്ല, മാതാപിതാക്കൾ, മക്കൾ, കൂടപ്പുറപ്പുകൾ, അല്ലെ അലക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കയർത്ത് ചീത്ത വിളിച്ച് വാശി പിടിച്ച് മിണ്ടാതെ സാധനം എടുത്തെറിഞ്ഞ് അങ്ങനെ ബഹളം വെച്ച് പെരുമാറുമ്പം നമ്മുടെ വീട്ടിൻ്റെ പ്രധാന കസേരയിൽ ഒരാളിരുന്ന് ഇങ്ങനെ ആടി ആസ്വദിക്കുന്നുണ്ട്. ആരാന്നറിയാവോ? സാത്താൻ. അവൻ നമ്മുടെ വീട്ടിലെ പ്രധാന മുറിയിലെ പ്രധാന കസേരയിൽ, നമ്മുടെ ലിവിങ് റൂമിലെ പ്രധാനപ്പെട്ട സീറ്റിൽ അവൻ സ്വസ്ഥനായിട്ടിരുന്ന് ആസ്വദിക്കുകയാണ്. ഇങ്ങനെ താളം പിടിച്ചിരിക്കുകയാണ്. നമ്മൾ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു, ചീത്ത വിളിക്കുന്നു, ബഹളമുണ്ടാക്കുന്നു, വാശി പിടിക്കുന്നു, കയർക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ എഫ്രൈം പറയാണ്, എൻ്റെ മക്കളെ, നമ്മൾ സ്വസ്ഥമായിട്ടിരുന്ന് സ്നേഹവും സമാധാനവും ആനന്ദവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയും അവൻ കിടന്ന് നമ്മുടെ പെരക്കു ചുറ്റും കിടന്ന് നിസ്സഹായത അലഞ്ഞ് വിഷമിക്കുക ചെയ്യേണ്ടത്. ഇതങ്ങനെയല്ല. നമ്മൾ നിസ്സഹായത കിടന്ന് അലയുന്നു, അവൻ ആഘോഷിക്കുന്നു. ഇത് അനുവദിക്കരുത് മക്കളെ. ഇത് നമ്മൾ അറിയുന്നുണ്ടോ? അറിയുന്നില്ല. നരകരാജ്യത്തിൻ്റെ അനുഭവത്തിലാണ് നമ്മുടെ ഭൂരിഭാഗം കുടുംബങ്ങളും. ഒരു സംശയം വേണ്ട. ഈ ആൾക്കാരെ തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ പറയാം. നമ്മുടെ ഭൂരിഭാഗം കുടുംബങ്ങളും നരകരാജ്യത്തിലാണ്, സാത്താൻ്റെ നിയന്ത്രണത്തിലാണ്. അതെങ്ങനെ അറിയാൻ പറ്റുന്നത്? പരിസ്ഥാനമാരുടെ ഫലങ്ങളുണ്ടോ നോക്കിക്കോ. പരിസ്ഥാനമാരുടെ ഫലങ്ങളുണ്ടോ നോക്ക്. വീട്ടിൽ ഭാര്യയും ഭർത്താവും മക്കളും കൂടപ്പുറപ്പുകളും സ്നേഹമായിട്ട് പെരുമാറുന്നുണ്ടോ? സൗമ്യതയോടെയാണോ സംസാരിക്കുന്നത്? ക്ഷമ കെട്ടു പോകുന്നുണ്ടോ? ആത്മസമയമില്ലാതെ പൊട്ടിത്തെറിക്കുന്നുണ്ടോ? ദയയില്ല ക്രൂരമായിട്ട് നോക്കുകയും പറയുകയും പെരുമാറുകയും ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ നോക്കിയാൽ അറിയാം. ഫലം പരിശുദ്ധാത്മാവിൻ്റെ ആണോ? ദൈവത്തിൻ്റെ ആത്മാവ് ഭരിക്കുന്ന വീടാണ്, വ്യക്തിയാണ് നീയെങ്കിൽ നിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടാകും എല്ലാവരോടും. അവിടെ തിന്മ നോക്കിയിട്ടല്ല നമ്മൾ സ്നേഹിക്കുന്നത്. സാത്താനെ അകത്ത് വെച്ചിട്ട് തന്നെ വിറ്റ കാശ് 30 വെള്ളിക്കാശ് പോക്കറ്റിൽ കെല്ലിങ്ങാതെ പൊത്തിപ്പിടിച്ചോണ്ട് യൂദാസ് വരുമ്പം ഒറ്റ കൊടുക്കാമെന്ന് ചിരിച്ചോണ്ട് ഗുരു സ്വസ്തി ചുംബിക്കാൻ വരുമ്പോഴും പൊട്ടിത്തെറിക്കാതെ, വൃത്തികെട്ടാരെന്ന് വിളിക്കാതെ, സ്നേഹിത എന്ന് വിളിച്ച് സംസാരിക്കാൻ ഈശോയ്ക്ക് സാധിച്ചു. ഇതാ പരിശുദ്ധാത്മാവിൻ്റെ ശൈലി. ചതഞ്ഞ് ഞാങ്ങനെ ഒടിക്കുകയില്ല, പുകയുന്ന തിരിക്കെടുത്തുകയില്ല എന്ന് മത്തായി 12 വായിക്കുന്നില്ലേ? ദൈവത്തിൻ്റെ ആത്മാവുള്ള വ്യക്തികൾ അങ്ങനെയാണ്. ചതഞ്ഞ ഞാങ്ങണ പോലെ പല വ്യക്തികൾ വീടിനകത്ത് പുറത്തും ഉണ്ടാവും. പുകയുന്ന തിരി പോലെ, കണ്ണ് നീറുന്ന പോലെ സംസാരിച്ചും പെരുമാറി നീങ്ങുന്ന പല വ്യക്തികൾ വീട്ടിലും അയൽവക്കത്തും ഉണ്ടാവും. പങ്കാളിയ മക്കൾ തന്നെ ആയിരിക്കാം. അവിടെ നീ എങ്ങനെയാണ് പെരുമാറുന്നത്? പൊട്ടിത്തെറിച്ചും ബഹളം വെച്ചും വാശി പിടിച്ചും ഇറങ്ങിപ്പോയും ചീത്ത വിളിച്ചും ക്രൂരമായിട്ട് ഇങ്ങനെ പെരുമാറിയൊക്കെ നീ നീങ്ങുന്നതെങ്കിൽ നിന്നെ നയിക്കുന്നത് പിശാച, പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവല്ല നമ്മൾ അറിയണം. അവിടെ ഞാൻ പറയുന്നത് നമ്മുടെ അനേകരുടെ കുടുംബങ്ങളിൽ സാത്താനാ ഭരിക്കുന്നത്. ഒരു സംശയം വേണ്ട. ഫലത്തുനിന്ന് വിഷത്തെ അറിയണം. മത്തായി 7-ലും 12-ലും ഒക്കെ ഈശോ പഠിപ്പിക്കുന്നുണ്ട്.
ഡിസൈൻമെൻറ്റിൻ്റെ ഗോൾഡൻ റൂൾ, സുവർണ നിയമം. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയണം. ഫലം പരിസ്ഥാനന്മാർ ഫലങ്ങളാണ്. വൃക്ഷം ഏത് ആത്മാവാന്നുള്ളതാണ്. ഇത് നമ്മൾ അറിയണം. നമ്മുടെ ഉള്ളിലൊരു ആനന്ദമുണ്ടോ? സങ്കടവും വിഷമവും ഞെരുക്കവും ഉത്കണ്ഠയും അസ്വസ്ഥയൊന്നും അനുഭവപ്പെടുകയല്ലെന്നല്ല, ഇതെല്ലാം അനുഭവപ്പെടും. ഈശോയ്ക്ക് അനുഭവപ്പെട്ടില്ലേ? അസ്വസ്ഥത, ദുഃഖം, തീവ്ര ദുഃഖത്താൽ മരണത്തോളം എത്തിയിരിക്കുന്നു. യശുദ്ധത്തിൽ കയറുമ്പോൾ വാവിട്ട് കാറി, ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാം ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം, സമാധാനം, സ്നേഹം. കണ്ണു നിറയുമായിരിക്കും, വേദനിക്കുമായിരിക്കും, ചിലപ്പോൾ ശകാരിക്കുമായിരിക്കും, സ്നേഹം കൊണ്ടാ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം മാത്രം, വെറുപ്പില്ല, നീരസമില്ല. പരിശുദ്ധാത്മാവ് ഉള്ളൊരു വ്യക്തിക്ക് സ്നേഹമുള്ള സഹോദരങ്ങളെ കുറ്റം പറയാൻ പറ്റത്തില്ല. കുറ്റം പറയാറുണ്ടോ? കുറ്റം പറയാന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എത്രാമത്തേതാ ചോദിച്ച്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എത്രാമത്തെ കുറ്റം പറയുക? ആരെക്കുറിച്ചെങ്കിലും നീ കുറ്റം പറയുന്നുണ്ടോ? നിന്റെ പങ്കാളിയെക്കുറിച്ച് ഫോൺ വിളിക്കുമ്പം എത്ര പേരോടാ കുറ്റം പറയുന്നത്? മക്കളെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ടോ? കാരണവന്മാരെക്കുറിച്ച് അവിടെ കുറ്റം പറയുന്നുണ്ടോ? കുറ്റം പറയുന്ന അവസ്ഥ പിശാചിൻ്റെ സ്വഭാവത്തിൽ പെട്ടുകിടക്കുന്നർത്ഥം. അവിടുന്ന് കയറി വന്നേ മതിയാവൂ, അത് മാറ്റിയേ മതിയാവൂ. അവന് പിടുത്തം കിട്ടിയിട്ടുണ്ട്. അത് മുന്നോട്ട് അവൻ പഴുത് കിട്ടിയാൽ ഉണ്ടാക്കും അവൻ്റെ പ്രവൃത്തി. എന്താണ്? കൊലപാതകം, മരണം, ദുരന്തം, തകർച്ച. കള്ളം വരുന്ന കൊല്ലാനും നശിപ്പിക്കാനും വേണ്ടിയിട്ടാണെന്ന് ഈശോ നമുക്കറിയാം. അപ്പോൾ നരകരായത്തിൻ്റെ അവസ്ഥയുടെ കുടുംബം കയറി കിടക്കുന്ന തിരിച്ചറിയണം. ജീവിതങ്ങളിൽ കയറി കിടക്കുന്നത് യൂദാസ് പിറുപിറുത്തു ഇല്ലേ? ബേഥനിയാലെ വീട്ടിൽ മറിയം നാരിൻ സുഗന്ധതൈലം കൊണ്ട് ഈശോ പാദം പൂശിയപ്പം അപ്പുറത്തിരുന്നുകൊണ്ട് യൂദാസ് അടുത്തിരിക്കുന്ന അപ്പസ്തലൻ പിറുപിറുക്കുക. ഇത് 300 ദനാറായിക്ക് വിറ്റ് പാവം കൊടുക്കാമെന്നുള്ള പിറുപിറുക്കുന്നു. പിറുപിറുക്കുക എന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങി അപ്പം ഞാനാകുന്നു പറഞ്ഞുകൊണ്ടുള്ള ഈശ്വര കപ്പർനാമിലെ പ്രസംഗം യോഹന്നാൻ 6 60-ാം വാക്യത്തിൽ ശിഷ്യന്മാർ പലരും പറഞ്ഞു ഇത് കഠിനമാ, ആർക്ക് ഗ്രഹിക്കാൻ പറ്റും? തന്നെ ശിഷ്യന്മാർ പിറുപിറുക്കെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈശോ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇടച്ച വരുത്തുന്നുണ്ടോ? ആ പിറുപിറുപ്പിൻ്റെ ഒന്നാമത്തെ ആൾ യൂദാസ് ഇസ്കറിയോത്തിയാണ്. വിശ്വസിക്കാത്ത ചിലരുണ്ട്. 64-ാം വാക്യം യോഹന്നാൻ 6:64. പൈശാചിക അരൂപിയുള്ള വ്യക്തികളുടെ ഒരു നിരന്തര ശൈലിയാണ് പിറുപിറുക്കുക. പിറുപിറുക്കുക എന്ന് വെച്ചാൽ വെറുപ്പാ, പഴിക്കല, കുറ്റപ്പെടുത്തല, അകറ്റി വെക്കല. ഇതൊന്നും പരിശുദ്ധാത്മാവിൻ്റെ അല്ല. നമ്മൾ പിറുപിറുക്കാറുണ്ടോ? തിരിച്ചറിയുന്ന സഹമുള്ളവരെ പങ്കാളിയെക്കുറിച്ച് മാറിപ്പോരുന്നുണ്ട്. പിറുപിറുക്കുക, ഇത് കൂട്ട് മനുഷ്യ, ഇത് കൂട്ട് സാധന. കാരണവന്മാരെക്കുറിച്ച് മക്കൾ എന്ത് കളിക്കും, വികാരത്തിനെക്കുറിച്ച് അല്ലെ അയൽക്കാരെക്കുറിച്ച് ഇത് കൂട്ട് സാധനങ്ങൾ. പിറുപിറുപ്പിലേക്ക് നീ പോകുമ്പോൾ സ്നേഹമുള്ളവരെ സുനിശ്ചിത അടയാളമാണ് സാത്താനിക സാന്നിധ്യം പിടുത്തം നിന്റെ ലഭിക്കാറി കിടക്കുന്നുണ്ട്. ഇത് തിരിച്ചറിയണം, മാറ്റണം. ഇങ്ങനെയുള്ള പൈശാചിക അവസ്ഥകൾ തിരിച്ചറിയുക, അനുദപിച്ചേറ്റു പറയുക, അതുവഴിയായിട്ട് പിശാചിൻ്റെ പോലെ നമ്മളിൽ നിന്നും പോകണം. അങ്ങനെ ഒരു ശുദ്ധീകരണം നമ്മൾ എടുത്തേ പറ്റൂ. അങ്ങനെ ഒരു ശുദ്ധീകരണത്തിലേക്ക് വരുന്നില്ല എങ്കിൽ നമുക്ക് ഈശോയുടെ സാന്നിധ്യം, പരിശുദ്ധ സാന്നിധ്യം എടുക്കാൻ പറ്റുകയില്ല. എമ്മാനുവേൽ ഇപ്പോൾ സ്വന്തമാവുകയല്ല. സ്വന്തമാകാതെ വന്നാലുള്ള അപകടം എന്താണ്? മത്തായി 12 43 44 45 അറിയാമല്ലോ. അശുദ്ധാത്മാവ് ഒരാളെ വിട്ടുപോകുന്നു. പുറത്തു പോകാൻ എങ്ങനെ പോയെന്ന് ഈശോ പറയുന്നില്ല. എങ്ങനെയോ പുറത്തു പോയി? ഒരുപക്ഷെ ആരെങ്കിലും വന്നിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ ആജ്ഞാപിച്ചോ ഇറക്കി വിട്ടതാ. അങ്ങനെ ഇത് പുറത്തിറങ്ങിപ്പോയി. പക്ഷെ ഇറങ്ങിപ്പോകുന്ന അരൂപി ആശ്വാസമില്ലാതെ അരഞ്ഞടക്കുന്നു. ഈശ്വര വാക്കുകൾ ഓർത്തണം, ഈശ്വര വാക്കുകൾ ഓർത്തണം. എന്നിട്ട് തിരിച്ചു കയറാൻ എവിടെയും കയറണം. അതിനാദ്യം പരിഗണിക്കുന്ന എവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആ വ്യക്തിയാണ്. അങ്ങനെ തിരിച്ചു വരാൻ നോക്കുമ്പോൾ ഈ വ്യക്തി ആളൊഴിഞ്ഞ് കിടക്കുന്നു. ആ വീട്, അതാ മനുഷ്യനാ. ആളൊഴിഞ്ഞെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ആളുടമസ്ഥനല്ലേ? നമ്മുടെ ഈ ഭവനത്തിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്. ഉടയ തമ്പുരാൻ, ഉടയവനായ ദൈവം, പരിശുദ്ധാത്മാവ്. ദൈവസാന്നിധ്യം ഇല്ല, ദൈവം നമ്മോടുകൂടെ ഇല്ല. ഉണ്ണിയേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ എമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. മനുഷ്യാവതാരത്തിൻ്റെ ഉന്നം അതാണ്. പിശാചിനെ ഇവിടെ നശിപ്പിക്കുക, പാപമെല്ലാം ദൂരീകരിക്കുക. എന്നിട്ടോ നമ്മുടെ ഉള്ളങ്ങളിൽ അവിടുന്ന് വന്ന് വസിക്കുക. ദൈവം കൂടെയുള്ളവരെ നമ്മളെ മാറ്റുക. അങ്ങനെ ആളുള്ള വീടാകണം. ആളുള്ള വീടാകാൻ ഒരു വ്യക്തി തയ്യാറാകുന്നില്ല, മനസ്സാകുന്നില്ല എങ്കിൽ പിശാചിൻ്റെ അരുവികൾ ആരെങ്കിലും ഇറക്കി വിട്ടാൽ, അങ്ങനെ പ്രാർത്ഥിച്ച് ആജ്ഞാപിച്ച് നിങ്ങളിൽ ഉള്ള ഏതെങ്കിലും പിശാചിൻ്റെ അറിവുണ്ടെങ്കിൽ അത് ഇറങ്ങിപ്പോകാൻ ഇട വന്നാൽ അവൻ ഇറങ്ങിപ്പോയിട്ട് ഒരാശ്വാസമില്ലാതെ ചുറ്റി നടക്കുമെന്ന് ഈശോ പറഞ്ഞോർത്തക്കണം. അവൻ തിന്നെ കയറാൻ നോക്കി എവിടെയെങ്കിലും. അങ്ങനെ കയറാൻ നോക്കുമ്പോൾ ആദ്യം പരിഗണിക്കുന്നത് എവിടെ നിന്ന് ഇറങ്ങിയോ ആ വ്യക്തിയായിരിക്കും. കാരണം അവൻ അറിയാവുന്ന അതാണ്. നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആദ്യം ഒരു ടൗണിൽ ചെന്നാൽ ഭക്ഷണം കഴിക്കാൻ അറിയാവുന്ന ഹോട്ടലിൽ ആദ്യം പരിഗണിക്കുക.
അറിയാവുന്ന ഹോട്ടൽ നമുക്ക് അവിടെ ചെന്ന് കയറും. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് അങ്ങനെയല്ലേ? ഒരു സ്ഥലത്ത് ചിലപ്പോൾ കടയിൽ കയറുമ്പോൾ അറിയാവുന്ന കടയിൽ പോയി കയറും എന്ന് പറഞ്ഞിട്ട് പൈശാചി കയറി ഇറങ്ങിപ്പോയാൽ അറിയാവുന്ന ആൾ തിരിച്ചു വന്ന് കയറാൻ നോക്കും. അങ്ങനെ കയറുമ്പോൾ ഈശോ പറഞ്ഞിരിക്കുകയാണ്, ഒറ്റയ്ക്ക് കയറിയല്ല, വേറെ 7 അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും. കാരണം ഇനി എന്നെ ഇറക്കി വിടരുത്. അപ്പോൾ നമ്മൾ ആളുള്ള വീടാകാതെ ഒരു ഡെലിവറൻസ് എടുത്തു കഴിഞ്ഞാൽ അത് 7 ഇരട്ടി അപകടത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് ഈശോ വ്യക്തമാക്കിയിരിക്കുന്നു. അവിടെ നമ്മുടേതായ രീതികൾ പറഞ്ഞു. നാമാൻ വന്നപ്പോൾ നാമാൻ ചിന്തയുണ്ടായിരുന്നു, ഇങ്ങനെ എലീശ ചെയ്യണം. പക്ഷേ നമ്മളിങ്ങനെ ഒരു ഡെലിവറൻസിനെ പറ്റി കേട്ടു അറിഞ്ഞു അന്വേഷിച്ച് വരുമ്പം നമുക്ക് നമ്മുടെ പ്ലാനുകളുണ്ട്. അച്ഛനെ ഒന്ന് കാണണം, ഈ കാര്യം എല്ലാം ഒന്നിരുന്ന് പറയണം. അതെല്ലാം കേട്ട് കഴിഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ കൈ നീട്ടിയിട്ട് ഒരൊറ്റ പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിക്കും, ഈ തിന്മയെല്ലാം ഇറക്കി വിടും, അതെല്ലാം മാറി നമുക്ക് സന്തോഷം തിരിച്ചു പോകാം. ഇതാണ് ഡെലിവറൻസ് ചിന്തിക്കുന്നത്. തെറ്റാണ്. ഈശോ പഠിപ്പിച്ച അങ്ങനെയല്ല. ദൈവരാജ് സമീപിച്ചിരിക്കുന്നു എന്താ? അനുതപിക്കുവിൻ. അത് ചെറിയ പരിപാടിയല്ല. ജീവിതത്തിലേക്ക് സമയമെടുത്ത് നോക്കാം. നമ്മൾ ധ്യാനങ്ങൾ വയ്ക്കുന്നതുകൊണ്ടാണ്. ധ്യാനത്തിൻ്റെ ദിവസങ്ങൾ നമ്മൾ സമയമെടുത്ത് നമ്മുടെ ജീവിതത്തിൽ പിശാചിന് അവകാശം കിട്ടിയ തരങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അത് ഏറ്റുപറഞ്ഞ് അനുദപിച്ച്. രണ്ടാമത് വിശ്വസിക്കുവിൻ. വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ഈശോയെ സ്വീകരിക്കണം, വിശ്വാസത്തിലേക്ക് വരണം. അത് നമ്മൾ ചെയ്യണം. ഈ 2 കാര്യങ്ങൾ ചെയ്യാനായിട്ട് നീ തയ്യാറായെങ്കിൽ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഒരു വിടുതൽ നിലനിൽക്കുന്ന അനുഭവമായിട്ട് മാറുകയുള്ളൂ. ഇതാണ് ചികിത്സാവിധി. ദൈവം കൂടുതൽ വ്യക്തിയായിട്ട് നിങ്ങൾ മാറണം. ദൈവത്തിൻ്റെ പദ്ധതി അതാണ്. ഇതാണ് ഡോക്ടർ. ഈശോ പറഞ്ഞില്ല, ഞാൻ രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഞാൻ രോഗികളെ തേടി വന്നത്, പാപികളെ തേടി വന്നത്. ഈശോ തന്നെ വൈദ്യനായിട്ട് അവതരിപ്പിക്കുക. സഭയെല്ലാം, സഭയുടെ ഓരോ ശുശ്രൂഷ മേഖലയും ശുശ്രൂഷ ഭവനവും ഒരു ആശുപത്രിയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതുകയുണ്ടായി, ഭൂമിയിലെ സ്വർഗത്തിൻ്റെ ഭൂമിയിലുള്ള ആശുപത്രിയാണ് സഭയെന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഓരോ ഇങ്ങനെ ശുശ്രൂഷ കേന്ദ്രങ്ങളല്ലേ നമ്മളതിൻ്റെ അനുഭവം വരുന്നത്. ആശുപത്രിയാണ്. ഇതാണ് ചികിത്സാവിധി. ആ ചികിത്സ വേണോ വേണ്ടയോ, എടുക്കാൻ തയ്യാറാണോ ഇല്ലയോ നമ്മൾ തീരുമാനിക്കണം. തമ്പുരാനെ സ്വന്തമാക്കണം. അതിന് യേസ് പറഞ്ഞാൽ നമ്മൾ അഡ്മിറ്റ് ആവുക, ആവശ്യത്തിന് ദിവസങ്ങൾ അവധിയെടുത്ത് ഫ്രീ ഉണ്ടാക്കി അഡ്മിറ്റ് ആവുക, അതിനുള്ള പണം മുടക്കാൻ തയ്യാറാവുക, അതിനുള്ള പെയിൻ എടുക്കാൻ തയ്യാറാവുക. ഓപ്പറേഷൻ, ചികിത്സ, ദിവസം ഇത്ര നേരം എക്സസൈസ് ചെയ്യണം, അല്ലേ ഇന്നൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കണം, പെയിൻഫുൾ ആയിരിക്കും കുറേ ദിവസങ്ങൾ. അങ്ങനെ ഇപ്പോൾ തിരുമ്പ് കഴിഞ്ഞ് പിന്നെ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തയ്യാറാണോ അല്ലയോ? അങ്ങനെ നമ്മൾ നീങ്ങുമ്പോഴാണ് ഡോക്ടർ ഉദ്ദേശിച്ചതായ സൗഖ്യത്തിൻ്റെ അനുഭവം തിരികെ നമ്മൾ കയറി വരിക. ഡോക്ടർമാർക്ക് കാര്യങ്ങൾ പറയാനേ പറ്റുള്ളൂ. നമ്മൾ ചെയ്യുമ്പം കയറി വന്നേക്കാം. തമ്പുരാന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മൾ സഹകരിച്ചാൽ ആ 3ാമത്തെ തലത്തേക്ക് നമ്മൾ കയറി വരണം. ഈ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ഉണർവോടെ എടുത്ത് അതിന് ആഴങ്ങളിലേക്ക് വരാനുള്ള മനോഹരമായ അവസരമാണ് സഭയിലൂടെ ഓരോ ആരാധനാക്കാർ മത്സരം വഴി ഒരുക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ വളരെ നിർണായകമായ ചുവടുവയ്പ്പാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ഈ അനുഭവത്തിൽ കയറി വരണം. അപ്പോൾ ഇതിൻ്റെ പ്രായോഗിക അനുഭവം എന്താണ്? അസിസി പുണ്യവാൻ പുൽക്കൂടുണ്ടാക്കി ഉണ്ണി രൂപം ഉണ്ടാക്കി വെച്ചു. ആ ഉണ്ണിയെ സന്തോഷ കയ്യിലെടുത്തപ്പം ജീവനുള്ള ഉണ്ണിയായിട്ട് മാറിയെന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. ജീവനുള്ള ഉണ്ണീശോയും കൂട്ടിക്കൊണ്ട് ക്രിസ്മസ് കഴിഞ്ഞുള്ള ദിവസങ്ങൾ നടക്കാൻ നിനക്ക് പറ്റുമോ? ക്രിസ്മസ് ബെത്ലഹേമിലെ കാര്യത്തൊഴുത്തിൽ ഉണ്ണി പറന്ന് പിറ്റേ ദിവസം വരെ അന്ന് ദിവസം മുതൽ ആ നസ്രത്തിലെ മേരിയുടെ ജോസഫിൻ്റെ ജീവിതം മുഴുവൻ മാറി. നിങ്ങൾ മാതാപിതാക്കളായിരിക്കുന്നവർക്ക് അറിയാമല്ലോ, ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി കാത്തിരുന്നൊരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ പിന്നെ ജീവിതം അതുപോലെയല്ല. ഒരു കുഞ്ഞ് ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ജീവിതം മുഴുവൻ മാറിയില്ലേ? അതുവരെ ആയിരുന്നപ്പോൾ ഒറ്റയ്ക്ക് എവിടെയും പോകാം. 2 പേരും തന്നെ ഒരുമിച്ച് വരുമ്പോൾ ഒരുമിച്ച് അതിലേക്ക് പോയി ഫ്രീ ആയിട്ട് കറങ്ങാൻ പോയി യാത്ര ചെയ്തു. ഒരു കുഞ്ഞായി കഴിയുമ്പോഴോ എന്തെല്ലാം കരുതലെടുത്താലോ യാത്ര പോകാൻ പറ്റുന്നത്? ആ കുഞ്ഞിന് വേണ്ട തുണികൾ, ഉടുപ്പുകൾ, കുടിക്കാനുള്ളത്, പാല്, അതും ഇതും എല്ലാം പെറുക്കി കെട്ടി വണ്ടി തന്നെ സാധനം കാണും. ഒരു യാത്ര പോകണമെങ്കിൽ എന്തെല്ലാം സാധനം കുഞ്ഞതുപോലെ അറിയുന്നുണ്ടോ? ആ അപ്പൻ്റെ അമ്മയുടെ രീതികൾ മുഴുവൻ മാറിപ്പോയി. ഉണ്ണീശോ നിന്റെ ജീവിതത്തിൽ പിറന്നാൽ നിന്റെ ജീവിതം മാറും. ക്രിസ്മസ് കഴിയുമ്പം വലിയ മാറ്റം. അങ്ങനെ മാറ്റമുണ്ടോ? അത് ക്രിസ്മസ് വരെ എത്തിച്ചു. പിന്നെ നോയമ്പൂടിലും ആഘോഷവും മദ്യവും ഉള്ള സകല ആഘോഷങ്ങളും മേളങ്ങളുമായിട്ട് പണ്ട് നാറാണത്ത് പ്രാന്തനെ കുറിച്ച് പറയുകയല്ലേ? നാറാണത്ത് പ്രാന്തൻ കേട്ടിട്ടില്ലേ? നാറാണത്ത് പ്രാന്തൻ രാവിലെ മുതൽ
കുന്നിൻ്റെ മുകളിലേക്ക് വലിയൊരു കല്ല് ഉരുട്ടി കയറ്റുമായിരുന്നു പറഞ്ഞു. രാവിലെ മുതൽ ഈ വലിയ ഉണ്ടപ്പാറ ഉന്തി 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 മലമുകളിൽ കയറ്റി കഴിഞ്ഞിട്ട് കാണിക്കും, താഴേക്ക് ഉരുട്ടി വിടും. അത് കണ്ട് ചിരിക്കും, സന്തോഷമായി കടന്നുറങ്ങും. പിറ്റേ ദിവസം പിന്നെയും വന്നിട്ട് ഈ കല്ല് ഉന്തി മുകളിൽ കയറ്റും, ഇത് താഴേക്കിടും. ഈ ഒരു പരിപാടി നമ്മളും കുറേ കാണിക്കുന്നില്ലേ? ഓരോ നോയമ്പ് വരുമ്പോഴും ഉന്തി ഉന്തി നമ്മളെ തന്നെ തമ്പരാമക്കരിക്കുന്നത് കയറ്റിക്കൊണ്ട് വരും. നോയമ്പ് വീടലിന് എല്ലാം കൂടെ താഴേക്കിട്ട് കളയും. മദ്യപാനം, ശഹമുള്ളവരെ, മദ്യം കൃത്യമായിട്ട് സർക്കാർ പോലും പറയുന്നുണ്ട്, ഇത് കൊല്ലുന്നതാണ്, ഇൻജൂറിയസ് ടു ഹെൽത്ത്, ഹാനികരമാണ്, ഹനിക്കുന്നതാണ്. മദ്യത്തിൻ്റെ ഓരോ ബിയർ കോപ്പിയെ പരിഹരിച്ചിട്ടുണ്ട്, ഓരോ സിഗരറ്റ് പാക്കറ്റിലുമുണ്ട്. അങ്ങനെ സർക്കാർ പോലും കുറിച്ച് വെച്ചിരിക്കുന്ന കാര്യം നമ്മളെടുത്ത് ആഘോഷമായിട്ട് കഴിക്കാനായിട്ട് ഒരുമിടുമ്പം നമ്മൾ കൊല്ലുകയായി. ഇഞ്ചിഞ്ചായ കൊലപാതകമാണ് മദ്യപാനവും പുകവലിയും മയക്കുമരുന്നും മുഴുവനും. സാത്താൻ ആഘോഷിക്കുകയാണ്. അങ്ങനെ തുടങ്ങുന്ന അങ്ങോട്ട് നമ്മുടെ നീക്കങ്ങളും കാര്യങ്ങളും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ കൂടെയുള്ള ദൈവ സാന്നിധ്യം ജ്വലിപ്പിച്ച് നിറച്ച് എടുത്തുകൊണ്ട് പോവുക എന്നുള്ളതാണ്. പൈശാചികമായ ഉപദ്രവങ്ങൾ നമുക്കെതിരെ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യം, ഉണ്ണീശോ, ഈശോ, പരിശുദ്ധാത്മാവ്, ആബാ പിതാവ് എൻ്റെ കൂടെ എൻ്റെ ഉള്ളത്തിൽ ഉണ്ട്. പൂർവ്വപിതാവ് ജോസഫ് ചേട്ടായിമാരങ്ങനെ വിറ്റ് കാശാക്കി അടിമച്ചന്തയിൽ പൊത്തിപ്പർ വാങ്ങിച്ചു. ആ അടിമയുടെ വീട്ടിൽ, പൊത്തിപ്പറിൻ്റെ വീട്ടിൽ യജമാനത്തി പാപത്തിന് പിടിച്ചിട്ട് ചെന്നില്ല, അതിന് നുണ പറഞ്ഞ് അവനെ ജയിലിലേക്ക് ഇട്ടു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുമായിട്ട് എല്ലാം ജോസഫ് നീങ്ങിയപ്പോഴും ജോസഫിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. ഉൽപ്പത്തി 39 അധ്യായത്തിൽ 4 പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത് ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ, വീട്ടുകാരുടെ ഉപദ്രവം, ജോലി സ്ഥലത്തെ ഉപദ്രവം, പിന്നെ കൂട്ടുകാരൻ പാനപാത്രമാകാൻ നന്ദി കേട്ട എല്ലാം ജോസഫ് തകർന്നില്ല. സഹനങ്ങളും ഞെരുക്കളും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവും. പക്ഷെ നമുക്ക് ഈ ഒരു അനുഭവം, തമ്പുരാൻ കൂടെയുള്ള അനുഭവം, ഇതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. ഈശോ കൂടെ വ്യക്തിയുടെ മാറുക. അപ്പോൾ ഒരു കാര്യം കൂടെ ചേർത്ത് ചിന്തിക്കണം ശേഖമുള്ളവരെ, ഈ ക്രിസ്മസിൽ ഈശോ സ്വന്തമാക്കുന്ന അനുഭവം പുൽക്കൂടിൻ്റെ മുമ്പിൽ തിരുപ്പിറവിയുടെ രാത്രിയിൽ മാത്രം ഉണ്ടാകേണ്ടതല്ല. ഓരോ ദിവസവും കുർബാന സ്വീകരിക്കുമ്പോൾ ഈ ഈശോയെ അല്ല സ്വീകരിക്കുന്നത്. കുർബാന സ്വീകരിക്കാൻ അണയുമ്പോൾ യാന്ത്രികമായിട്ട് ഇങ്ങനെ നാക്ക് നീട്ടി കൈ നീട്ടി സ്വീകരിച്ചിട്ട് പോയിട്ട് ക്രിസ്മസിൻ്റെ പിറവിയിൽ ഉണ്ണിയെ സ്വീകരിക്കാൻ വേണ്ടി വലിയ ഒരുക്കം നടത്തൽ എന്താ അർത്ഥം? ക്രിസ്മസിന് വേണ്ടി ഒരുക്കം മനോഹരമായ ഈശോ തിരുപ്പിറവിയുടെ അംഗീകരിക്കൽ ഏറ്റുപറിച്ചൊരു സ്വന്തമാക്കലുമാണ്. പക്ഷെ ഓരോ ദിവസവും നമ്മൾ ദൈവ അനുഭവത്തിലേക്ക് വന്ന ഒരു ദൈവ മകനും മകൾക്ക് ഓരോ ദിവസവും ക്രിസ്മസാണ്. ഉണ്ണി പറക്കുന്ന ഉള്ളത്തിൽ കുർബാന സ്വീകരിക്കുമ്പോൾ ഓരോ ദിവസവും ഈശോയുടെ കുരിശുമരണം, ദുഃഖ വെള്ളിയാഴ്ചയാണ്, ബലിയിൽ കുരിശുമരണം, ഓരോ ദിവസവും ഉയർപ്പുണ്ട്. ഉയർത്ത ഈശോയെ നമ്മൾ അപ്പോൾ ഉയർത്തി കാണിക്കുമ്പോൾ താരയിൽ ഉത്ഥാനമാണ്, ഈശോ പ്രത്യക്ഷീകരണം. ഓരോ ദിവസവും പന്തക്കുസ്തായാണ്, സ്ഥലമായി എഴുന്നള്ളി വരട്ടെ. ഇത് മുഴുവനും നമ്മൾ ദിവസം അനുഭവിക്കേണ്ടതാണ്. ആ അനുഭവത്തിൽ ജ്വലിക്കാനുള്ള പ്രത്യേക അവസരമായിട്ട് ക്രിസ്മസിനെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഈ ക്രിസ്മസിൻ്റെ അവസരത്തിൽ ഈശോയുടെ മുഖം വാടുന്നില്ലെന്ന് ഉറപ്പാക്കണം. സവോള മേടിക്കാൻ വേണ്ടി വീട്ടുകാരി ഇറങ്ങി വന്നാൽ മീൻകാരൻ്റെ മുഖം വാടും, അങ്ങനെ പോകും. പാപങ്ങൾ ഏറ്റെടുക്കാൻ, പിശാചിൻ്റെ അവകാശം നമ്മൾ തീർക്കാൻ, തൻ്റെ തന്നെ സാന്നിധ്യം നമ്മൾ നിറയ്ക്കാൻ എമ്മാനുവേൽ, അതിനുവേണ്ടി വരുന്ന ഈശോ, ആ ഈശോയെ സ്വീകരിച്ചേ. ആ അനുഭവത്തിൻ്റെ ചെറിയ അനുരണനങ്ങൾ, ചെറിയ സൂചനകൾ മാത്രമാണ് ഈ നക്ഷത്ര വിളക്കും, ഈ പുൽക്കൂടും, ഈ കേക്കും, ക്രിസ്മസ് പപ്പായും കാര്യങ്ങളെല്ലാം. അതില്ലല്ലോ ഒരു കുഴപ്പമില്ല. നമുക്കത് എടുക്കാം. ഭാഗ്യമായ അടയാളം ആന്തരികമായിട്ട് സ്വന്തമാക്കിയിരിക്കണം.